സൈഡ് ഇൻകം വേണം എന്ന് കരുതിയിട്ട് അവർ ജോയിൻ ചെയ്യിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവർ ഇതേ കാര്യങ്ങൾ തന്നെ അടുത്ത ആളിലേക്ക് ഷെയർ ചെയ്യുന്നു. അവരുടെ കൂടെ ഒരു 39 പേരായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ വ്യക്തിക്ക് 600 രൂപ സ്റ്റാറ്റസ് ഇൻകവും 39 പേരുള്ള ടീം ആയതുകൊണ്ട് ആ വ്യക്തിക്ക് 900 രൂപ ഇൻസെന്റീവുമായിട്ട് കൊടുക്കുന്നു. അങ്ങനെ 1500 രൂപ കൊടുക്കുന്നു. ഈ 1500 രൂപ ഒരു മാസം കൊടുക്കാനല്ല. ഈ ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തിനാണ് മെമ്പേഴ്സിന് കൂട്ടാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പൈസ 1500 രൂപ അതിൽ 10% കട്ട് ചെയ്തിട്ട് 1350 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇത് എല്ലാ മാസവും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ ഒരു മാസം തന്നിട്ട് അടുത്ത മാസം നിങ്ങൾ ഇനി വേറെ അടുത്ത ആൾ 39 പേരെ കൊണ്ടുപോകാം എന്നിട്ട് നിങ്ങൾക്ക് 1500 തരാം എന്ന് പറയാനല്ല കമ്പനി ഇത് ചെയ്യുന്നത്. ഇത് എല്ലാ മാസവും റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനെന്തൊക്കെ വേണം? പ്രധാനമായിട്ട് പരസ്യങ്ങൾ ഇഷ്ടം പോലെ കിട്ടണം. പരസ്യങ്ങൾ ഇഷ്ടം പോലെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് മെമ്പേഴ്സ് വേണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 14 ജില്ലയിലും ഒരു നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഒരു ഉദാഹരണം പറയുന്നതാണ്. 14 ജില്ലയിൽ ഓരോ ജില്ലയിൽ 2000 പേരുണ്ടെന്ന് കൂട്ടുക. അപ്പൊ നമ്മളിപ്പോ 2000 പേര് 2000 ഇപ്പൊ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് കണ്ട ഏതെങ്കിലും ജില്ല ആവട്ടെ, തൃശ്ശൂർ ജില്ലയിൽ 2000 മെമ്പേഴ്സ് ഉണ്ട്. ഈ 2000 മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നാല് പരസ്യം അല്ലെങ്കിൽ 5 പരസ്യമായിരിക്കും കൊടുക്കുന്നത്. 5 പരസ്യം കൊടുക്കുമ്പോൾ 500 രൂപയാണ് നമ്മൾ 2000 പേര് സ്റ്റാറ്റസ് ഇടുന്നതിന് വേണ്ടി വാങ്ങിക്കുന്നത്. ആ 500 രൂപ സ്റ്റാറ്റസ് ഇടുമ്പോൾ വാങ്ങിക്കുമ്പോൾ തന്നെ 400 രൂപയാണ് കമ്പനിക്ക് കിട്ടുന്നത്. 100 രൂപ ആരാണോ പരസ്യം എടുത്തത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇവിടെ ഇരിക്കുന്ന എന്താ പറയാ, ഇപ്പൊ ആതിര മേഡോ അല്ലെങ്കിൽ ഫസീല മേഡോ അല്ലെങ്കിൽ പ്രണവ് സാറോ ദാസാറോ ആരെങ്കിലും അല്ലെങ്കിൽ ഹബീബ് സാർ ആരെങ്കിലും ആ പരസ്യം എടുത്തിട്ടുണ്ടെങ്കിൽ ആ എടുത്ത വ്യക്തിക്ക് ഒരു 20% നമ്മൾ കമ്മീഷൻ കൊടുക്കുക. എന്തിനാ 20% കമ്മീഷൻ കൊടുക്കുന്നത് പറഞ്ഞാൽ അവർക്ക് വീണ്ടും എന്തെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമാണ് എന്താണ് പരസ്യം എടുക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർക്ക് നമ്മൾ ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ 100 രൂപ കൊടുക്കുന്നു. ബാക്കി 400 രൂപയാണ് നമ്മൾ പരസ്യത്തിന് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു 5 പരസ്യം നമുക്ക് ആ 2000 പേരുള്ള കമ്മ്യൂണിറ്റിയിൽ 5 പരസ്യം കൊടുക്കുന്നത്. അതിൽ കൂടുതൽ പരസ്യം നമ്മൾ ചെയ്യിക്കുന്നില്ല. അപ്പൊ 5 × 4 അപ്പൊ നമുക്ക് അവിടെ 5 പരസ്യം വന്നു. നമുക്ക് പിന്നെ 20 രൂപയുടെ പരസ്യം കിട്ടി. ഈ 14 ജില്ലയിലും ഇതുപോലെ കിട്ടുകയാണെങ്കിൽ 2000 പേരുള്ള 14 ജില്ലയിലും ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നമുക്ക് 2000 × 14 എന്ന് പറഞ്ഞാൽ 28000 രൂപ ഒരു ദിവസം പരസ്യത്തിന്റെ ഇനത്തിൽ കിട്ടുന്നു. ഈ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് പൈസകൾ കൊടുക്കാൻ കഴിയും. ഇതിനകത്തൊരു മാറ്റവും ഉണ്ടാകത്തില്ല. ഇതാണ് ഇതിന്റെ ഒരു രീതി. ഇനി ഈ 1500 കിട്ടുന്നു. നിങ്ങൾ കൊണ്ടുവന്ന ഇപ്പൊ നിങ്ങൾ ഒരു എനെ കൊണ്ടുവന്ന് ഒരു ബിനെ കൊണ്ടുവന്ന് ഒരു സിനെ കൊണ്ടുവന്ന് എയും ബിയും സിയോടും പറഞ്ഞ് നമുക്ക് നമ്മുടെ രീതി ഇതാണ്. അതായത് ആഡോമനസ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിംഗ് കമ്പനിയാണ്. അവർ ഓൺലൈൻ വഴിയാണ് പരസ്യം ചെയ്യുന്നത്. അപ്പൊ ഓൺലൈനിൽ തന്നെ അവർ വാട്സാപ്പ് സ്റ്റാറ്റസ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർക്ക് ലക്ഷക്കണക്കിന് ഫോണുകളോ കോൺടാക്റ്റുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്തരം വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നു. ആ വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അവരെ കൊണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്യിക്കുന്നു. അവർ വഴി മറ്റാളുകളെ കണ്ടെത്തുന്നു. 39 പേരുള്ള ടീമാക്കുന്നു. ആ 39 പേരുള്ള ടീം ഉണ്ടെങ്കിൽ അവർക്ക് 1500 കൊടുക്കുന്നു. അല്ല 39 പേരായിട്ടില്ല, അതിൽ താഴെയാണെങ്കിൽ അവർക്ക് 600 കൊടുക്കുന്നു. നെക്സ്റ്റ് മന്ത് അവർക്ക് 39 പേരുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ 900 കൂടി ചേർത്തിട്ട് 1500 കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ മാസം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മാസം ചെയ്തു അടുത്ത മാസം നിങ്ങൾ ഇനി അടുത്ത 39 പേരെ കൊണ്ടുവരൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. മാക്സിമം എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പരസ്യങ്ങളുടെ എണ്ണം കൂടും. അതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളെ പോലെ തന്നെ ഒരു ഐഡിയ അടിച്ച വ്യക്തിയാണ് ഞാനും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയുക 39ലേക്കുള്ള യാത്രയിലാണ്. എനിക്ക് പലപ്പോഴും 39ലേക്ക് എത്താൻ സാധിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന എൻക്വയറീസ് ഒക്കെ ഞാൻ ഇങ്ങനെ ആരെങ്കിലൊക്കെ സാറേ എൻ്റെ കൂടെ ആരും ഇല്ലെന്ന് സഹായിക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവർക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് എന്താ പറയണ്ടേ, അങ്ങനെ പല ബിസിനസ്സിലും പോയിട്ട് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എന്നോട് ഒരു മാഡം വിളിച്ചിട്ട് പറഞ്ഞത്, സാറേ ഞാൻ ചെന്ന് പറഞ്ഞു ഒരാൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാറേ? എനിക്കാണെങ്കിൽ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് സാറിന്. ഞാൻ മറ്റേ കമ്പനിയിൽ ആയിരുന്നപ്പോഴും എനിക്കറിയാം സാറിന് എനിക്ക് വിശ്വാസമാണ്. പക്ഷെ ഞാനിത് എങ്ങനെ ചെന്ന് പറയും? കണ്ണൂരിലുള്ള ലേഡിയാണ്. എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പിന്നെ സാറേ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല നെറ്റ്വർക്ക് ബിസിനസ്സുകളും ചെയ്തതാണ്. ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ സാറ് നേരത്തെ പിന്നെ ഷെയർ ആഡോമിനസുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സ്ഥാപനമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഡോമിനസ് മറ്റേ കമ്പനിയായിട്ട് ക്ലബ് ചെയ്തിരുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവര് നെറ്റ്വർക്ക് ചെയ്യുന്നത്, നമ്മൾ നെറ്റ്വർക്ക് അല്ല ചെയ്യുന്നത്. എടുത്തെടുത്ത് പറയണം, നമ്മുടെ നെറ്റ്വർക്ക് അല്ല, നമ്മുടെ പരസ്യ കമ്പനിയാണ്. നമ്മൾ അന്ന് അവിടെ ചെയ്തിരുന്നവർ നമ്മൾ പരസ്യം എടുത്തിട്ട് അവർക്ക് കൊടുക്കും. അവരുടെ മെമ്പേഴ്സ് വഴി പരസ്യം ചെയ്യുന്ന രീതിയായിരുന്നു അത്. നമുക്കത് ശരിയാകാതെ വന്നപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകുന്നത്. അപ്പൊ അവർ പറയുന്നത് അവിടെയും എനിക്ക് എവിടെയും എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളവരൊക്കെ പറയുന്നത് എന്താണെങ്കിൽ
പിന്നെ നീ കൊണ്ടുവന്ന ഒന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, ഇതെല്ലാം പൈസ പോയതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ കൂടെ നമുക്ക് താല്പര്യമില്ല, നീ വേറെ ആരെങ്കിലും സമീപിക്കൂ, ഞങ്ങൾ ഇതിലേക്ക് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വന്ന അനുഭവത്തൊക്കെ ഞാൻ അവർക്ക് കൊടുത്ത് നിങ്ങൾ ആരും ഇത് മീൻസ് അങ്ങനെ ചില സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ട്. ചിലരൊക്കെ എന്താ പറയണ്ട, ചില തീർത്തും മുന്നോട്ട് പോകാൻ കഴിയാത്തവരെ ഒന്ന് സഹായിക്കുന്നത് കൊണ്ട് ഞാൻ 39 എത്തിയിട്ടില്ല. പക്ഷെ ഞാൻ ജോയിൻ ചെയ്ത 2-3 പേർക്ക് 39 എത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ മാസം 600 കിട്ടാനുള്ള യോഗ്യതയുള്ളൂ. ഞാൻ ജോയിൻ ചെയ്ത 2-3 പേർക്ക് എന്തായിട്ടുണ്ട്, 2 പേര്. അതായത് മൂന്നാമത്തെ ആളെ എനിക്ക് ഇതുവരെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ വന്ന മൂന്നാമത്തെ ആളും ജോയിൻ ചെയ്യാം എന്ന് കരുതുമ്പോഴായിരിക്കും ഇതുപോലെ ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടോ പ്രശ്നം പറയുന്നത്. അപ്പം ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ എനിക്ക് സഹായിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കരുത്. ഓക്കെ, പറഞ്ഞു എന്താന്ന് പറഞ്ഞാൽ ഈ എയും ബിയും സിയും എയും ബിയും സിയും കൊണ്ടുവന്ന് അവരിൽ 9 പേര് ആരോടാ പൈസ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കണേ പ്രണവ് സാർ, ആരാണ് നോക്ക്, എന്നിട്ടൊന്ന് മ്യൂട്ട് ചെയ്ത്. കേൾക്കാൻ പറ്റുന്നില്ലെന്നാണോ പറഞ്ഞേ? ആരോ ഓരോ മൈക്ക് ഓൺ ആക്കിക്കണു, അതാണ്. ഹലോ, കേൾക്കാം മാഡം, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂട്ട് ചെയ്തിട്ടുണ്ട് മാഡം. ഓക്കെ, അപ്പം എയും ബി, അപ്പൊ നമ്മൾ കൊണ്ടുവന്ന ഒരു എയും ബിയും സിയും അവര് 3 പേരും 39 പേരുള്ള ടീമായിട്ട് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ 3 വ്യക്തികളെയും നമ്മൾ 1500 രൂപ വെച്ച് വാങ്ങിക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ സഹായിച്ചതിലൂടെ എന്താ അവർ 3 പേരും 1500 രൂപ വാങ്ങിക്കാൻ പ്രാപ്തരായി. മാത്രമല്ല നമുക്ക് അതിനെന്ത് ചെയ്യുന്നു, കമ്പനി അടുത്ത മാസം തൊട്ട് 4500 തരുന്നു. ഈ 4500 ഒരിക്കൽ തരാനല്ല, എല്ലാ മാസം തരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നവരെല്ലാം എന്ത് പരസ്യം വേണമെങ്കിലും, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വീടിനടുത്തൊരു സ്ഥലം വിൽക്കാനുണ്ട്, അതിന്റെ പരസ്യം നമുക്ക് ചെയ്യാം. അവരെ സംബന്ധിച്ച് എന്താണ്, അവർക്കൊരു 500 രൂപയുടെ ചെലവ്, ഒരു ജില്ലയിൽ ചെയ്യുന്നതിന് ഒരു 500 രൂപയുടെ ചെലവ് വരുന്നുള്ളൂ. അതേസമയം അവർക്ക് ബ്രോക്കർ ഫീ വരെ ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അവരായിട്ട് ആളുകൾ പിന്നെ എന്താ പറയണ്ട വിളിച്ച് അവർക്ക് സ്ഥലം കച്ചവടം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിന്റെ സംഭവം നമുക്ക് പരസ്യമായിട്ട് കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇപ്പം എന്താ പറയണ്ട, ഇങ്ങനെ വരന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വധുവിന് ആവശ്യമുണ്ട്, അങ്ങനെ ഏത് തരം പരസ്യങ്ങളും, അതായത് സ്ത്രീ വിരോധമല്ലാത്തത്, മതമില്ലാത്തത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതമില്ലാത്തത് കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റ് മതങ്ങളെ മതങ്ങളൊക്കെ ട്രോളിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതങ്ങളെ പരിഹസിച്ചിട്ടോ ഉള്ള പരസ്യങ്ങൾ, അതുപോലെ രാഷ്ട്രീയമായ പരസ്യങ്ങൾ, ഇത്തരം പരസ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വെക്കാൻ ബുദ്ധിമുട്ടുള്ള ചില മറ്റ് അത്ര അങ്ങോട്ട് നമുക്ക് ദഹിക്കാത്ത ചില പരസ്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം പരസ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ തരം പരസ്യങ്ങളും നമ്മളിവിടെ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി എടുക്കും. അപ്പൊ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പരസ്യം എടുക്കുന്ന വ്യക്തിക്ക് 20% കമ്മീഷൻ, അതായത് 3000 രൂപയ്ക്ക് താഴെയുള്ളതിനൊക്കെ 20% കമ്മീഷനും 3000 തൊട്ട് മുകളിലേക്കുള്ളതിന് 10% കമ്മീഷനായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് അത് നമുക്ക് പരസ്യങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, എടുക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്തരമൊരു വഴി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം പരസ്യങ്ങൾ എടുക്കാൻ കഴിയുന്നവരൊക്കെ പരസ്യം എടുക്കാൻ, ഇതൊരു നിർബന്ധിതമല്ല കേട്ടോ. കാരണം പരസ്യം എടുക്കാൻ ഞങ്ങളാണ് ബാധ്യസ്ഥരും, ഞങ്ങളാണ് പരസ്യം എടുക്കേണ്ടത്. എങ്കിലും നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ കമ്പനി, അതായത് ഇതിനകത്ത് ആഡോമിനസ് ഒരു കമ്പനിയാണ്, ഞാനതിൽ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ കാണരുത്. നമ്മുടെ കമ്പനി എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ ആ രീതിയിൽ സഹായിക്കാൻ പറ്റുന്നവർ ആ രീതിയിൽ സഹായിക്കുക. അതൊരു നിർബന്ധിത കാര്യമല്ല. നിങ്ങൾക്ക് അതിനൊരു ഇൻസെന്റീവായിട്ടൊരു 20% ഇൻസെന്റീവും കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കുക, 3000 രൂപ വരെ ഉള്ളതിനാണ് 20% ഇൻസെന്റീവ്. 3000-ന് മുകളിലുള്ള എമൗണ്ടുകൾക്ക് പിന്നെ 10% ആയിരിക്കും ഇൻസെന്റീവ്. അത് ഇപ്പോഴൊന്നും ആകത്തില്ല. നമുക്ക് എന്തായാലും നമ്മളൊരു മാർച്ച് 15 വരെ നമ്മൾ ഈ 500 രൂപ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. മാർച്ച് 15 കഴിയുമ്പോഴത്തേക്കും ജില്ലാ ബേസിൽ ഓരോരോ ജില്ലകളായിട്ട് തിരിച്ച് ആ ജില്ലകളിലേക്കുള്ള ആളുകളൊക്കെ മാത്രം ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരും. ആ സമയം തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ സമയത്തൊക്കെ ഒരു മാസത്തേക്കും അല്ലെങ്കിൽ 15 ദിവസത്തേക്കും ഒരാഴ്ചത്തേക്കൊക്കെ പരസ്യം വെക്കാൻ തരുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പൊ അവരുടെയൊക്കെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിയ എമൗണ്ട് ആയിരിക്കും. അത്തരം ആളുകൾ അങ്ങനെ വരുമ്പോൾ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 9000 രൂപയുടെ പരസ്യം ഒരാളുടെ അടുത്തുനിന്ന് കരുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2 ആഴ്ചത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു 10%, 900 രൂപയായിരിക്കും ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കുക. അതിന് 20% ആരും പ്രതീക്ഷിക്കരുത്. കാരണം അത്രയും നമുക്ക് ഈ മന്ത്ലി പാക്കേജുകളും പിന്നെ വീക്ക്ലി പാക്കേജുകളൊക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ അവർക്ക് എടുക്കുന്നത്. പിന്നെ അതിന്
നിന്ന് വീണ്ടും ഒരു 20% കൂടി നമ്മൾ ഇൻസെന്റീവ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമായിരിക്കും എന്നതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 4500 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് എല്ലാ മാസവും തരാവുന്ന രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ കേട്ട കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും മാത്രം പറയാം, ഒന്നും എക്സാഗ്രേറ്റ് ചെയ്ത് പറയരുത്. ചിലർ ചെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് വെച്ചാൽ മതി നിനക്ക് 600 രൂപ കിട്ടും എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന 100 രൂപയുടെ കാര്യം സ്റ്റാറ്റസ് വെച്ചാൽ മതി 600 രൂപ. അവർ ആളെ ജോയിൻ ചെയ്യിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മറ്റു ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തവരായിരിക്കും. അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് ആളെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നില്ല, നിങ്ങൾ ഈ 600 എനിക്ക് വാങ്ങിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു സംസാരത്തിനിടയാകും. നമുക്ക് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടിയിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പോകണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ ചിലരൊക്കെ എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് അറിയത്തില്ലായിരുന്നു, എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു 100 രൂപ കൊടുത്താൽ മതി, പിന്നെ നിങ്ങൾക്ക് 600 രൂപ മാസം കിട്ടും. നമ്മളിവിടെ ഇങ്ങനെ ഈ എന്താ പറയണ്ട പണ ഇരട്ടിപ്പ് പരിപാടി ഒന്നും അല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ മണി ചെയിൻ സംഭവം ഒന്നും ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാഡം ഞങ്ങളുടെ ബിസിനസ് ഇങ്ങനെയാണ്, അത് എന്നെ ജോയിൻ ചെയ്ത ആൾ ഇതൊന്നല്ല പറഞ്ഞത്, എനിക്ക് അതൊന്നും കേൾക്കണ്ട, എനിക്ക് 600 തരാം. ഞാൻ പറഞ്ഞു മാഡം ഇപ്പം ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ, അതെ മാഡത്തിന്റെ പൈസ ഞാൻ തിരിച്ചു തന്നേക്കാം. ഉടനെ ആ സ്പോട്ടിൽ തന്നെ പൈസ തിരിച്ചു കൊടുത്ത്. ചിലര് ഞാൻ പറഞ്ഞു മാഡം നമുക്ക് എന്തിനാ മാഡം ഇങ്ങനെ സംസാരിക്കും, നമുക്ക് അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല, മാഡത്തിന്റെ സാധിക്കാത്ത കാര്യമാണ്, തീർച്ചയായിട്ടും മാഡത്തിന്റെ പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കും. അല്ലല്ലേ വേണ്ട സാറ് എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറയുന്നവരുണ്ട്. അതേസമയം ചിലർ പറയുന്നുണ്ട്, ഇപ്പൊ ഇന്നലെ എനിക്ക് വന്നൊരു കോള, സാറേ എന്റെ അക്കൗണ്ടിൽ ഇപ്പം ഞാൻ ഒരാഴ്ച ആയിട്ടില്ല ജോയിൻ ചെയ്തിട്ട് എന്റെ അക്കൗണ്ടിൽ 160 രൂപ ആയിട്ടുണ്ട്, ഞാൻ ആരും ജോയിൻ ചെയ്തിട്ടില്ല, എനിക്ക് ആ 160 രൂപ ഞാൻ അങ്ങ് പൊക്കോളാം. ഞാൻ പറഞ്ഞത് നടക്കത്തില്ല മാഡം, 30 ദിവസമാണ് നമുക്കിവിടെ പേയ്മെന്റ് പിന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള സമയം. പിന്നെ അതുപോലെ മാഡം ആരും ജോയിൻ ചെയ്യിക്കുന്നില്ലെങ്കിൽ മാഡത്തിന് ആ 160 രൂപയും കിട്ടത്തില്ല. പിന്നെ മാഡത്തിന് നിർബന്ധമാണെങ്കിൽ ഞാൻ 100 രൂപ തിരിച്ചു തന്നേക്കാം, മാഡം സന്തോഷത്തോടുകൂടി പൊക്കോളൂ, നമുക്ക് അങ്ങനെയുള്ള പൈസ വേണ്ട. കാരണം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഒരു പരസ്യ കമ്പനിയാണ്, പരസ്യങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയുക. അപ്പൊ അതിന് കുറെ മെമ്പേഴ്സ് വേണം, മാഡത്തിന് അത് കഴിയത്തില്ലെങ്കിൽ മാഡം സന്തോഷത്തോടുകൂടി കൊണ്ടുപോകുള്ളൂ, അതിനൊരു മടി നമുക്കില്ലെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നമ്മളങ്ങ് ഇട്ട് കൊടുത്തു. അപ്പൊ ഇന്ന് രാവിലെ അവർ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാനുണ്ട് എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ പൈസ തിരിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ടായി. അതെനിക്ക് മാത്രമല്ല ഇവിടെ വേറെ പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞാല് ഇത് സംഭവിക്കുന്ന എന്താണ്, പലർക്കും വിശ്വാസക്കുറവിന്റെയാണ്. അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ പേര് കുറെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. പല രീതിയിൽ ഏതെല്ലാം രീതിയിൽ നമ്മൾ അധ്വാനിക്കാൻ പറ്റും, എന്തെല്ലാം വഴികൾ, അതായത് നേരായ വഴികളും ചിന്തിക്കുന്ന പല വഴികളും നമുക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നാണക്കേട് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഇതിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും വേറൊരാൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. വെറുതെ കയറി നമ്മൾ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം പറയരുത്. സത്യസന്ധമായിട്ട് പ്ലാൻ എന്താണെന്ന് 5 മിനിറ്റ് മാത്രമുള്ള പ്ലാനാണ് ഞാനിപ്പോൾ കുറച്ച് വിശദീകരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് സത്യസന്ധമായിട്ട് പറയാം. ഞാൻ എപ്പോഴും ഇതിൻ്റെ അകത്ത് നമുക്കൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ മാസമല്ല നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യം ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം ജോയിൻ ചെയ്ത ആളുകളിൽ നിന്നും അത് പല ജില്ലകളിൽ നിന്നായിട്ടുള്ളവരാണ്. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കൊല്ലത്ത് നിന്നും പിന്നെ പല ജില്ലകളിൽ നിന്നായിട്ടുള്ള 15 പേരെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് എന്തിനാ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ താല്പര്യങ്ങൾ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയേ ഇല്ല. കമ്പനി അതായത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ, അതായത് ഈ നമ്മളെപ്പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ പോലെയും ID ക്രിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തവരിൽ നിന്നാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവര് പറയും ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യം, അല്ല ഇന്നതൊക്കെ പോലെ നമുക്ക് പോകാം. ഈ എക്സിക്യൂട്ടീവ് മെമ്പറിലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അവര് പറയുന്ന തീരുമാനങ്ങളാണ് നമുക്ക് നടപ്പിലാക്കുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള 15 പേര് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആകുമ്പോൾ ഉള്ള ഗുണം എന്താണെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ എന്താണെന്ന് അവർക്ക് കമ്പനിയോട് അവതരിപ്പിക്കാൻ കഴിയും. ആ താല്പര്യങ്ങൾ അനുസരിച്ച് മാത്രമാണ് പോകുന്നത്. ഇനി കമ്പനിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും കമ്പനിയുടെ വയലെ അനുസരിച്ചിട്ട് അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകൾ എല്ലാവരും സമ്മതിച്ചാൽ മാത്രമാണ് അത് പാസ്സാക്കത്തുള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിളിന് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ആരും അങ്ങനെ പിന്നെ നിങ്ങൾ ആരും അത്ര അങ്ങോട്ട് കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കരുത്. എന്നിരുന്നാൽ തന്നെ ഞാനൊന്ന് പറയുകയാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിലുണ്ടായാണ് അത് ഞങ്ങൾക്കൊരു അഭിപ്രായം പറയാണ്ടെന്ന് പറഞ്ഞാൽ 3 പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സാറേ ഇപ്പൊ ഒരാളുടെ കൂടെ 3 പേര് അയാൾക്ക് ജോയിൻ ചെയ്തോളൂ, അപ്പൊ അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, അത് കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല, അത് കൊടുക്കണം എന്ന് പറഞ്ഞ അവസാനം നമ്മൾ പറഞ്ഞു ഓക്കെ ആ വ്യക്തിയുടെ കൂടെ 3 പേരേ ഉള്ളൂ എങ്കിൽ ആ മാസം അവർക്ക് 100 രൂപ കൊടുക്കാം, ബാക്കി 500 രൂപ അവരുടെ വാലറ്റിൽ കിടക്കും, അവരുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ബാക്കി പൈസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും കൂടി ലിബറൽ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ആ കമ്പനി ഇറങ്ങി വന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും കമ്പനിയുടെ ആളുകളല്ല, അല്ലെങ്കിൽ കമ്പനിയുമായിട്ട് ഈ വേറെ ഏതെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽ ബന്ധമുള്ളവരൊന്നും അല്ല. നമ്മളെപ്പോലെ തന്നെ ID ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെപ്പോലെ തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. കമ്പനിയുടെ പോളിസി അനുസരിച്ചിട്ട് മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയണം. ഈ
സ്റ്റാറ്റസ് ഇടുന്നവർ എന്താണ് ചിന്തിക്കുന്നത് അറിയണം. ആർഡമിൻസിന്റെ കൂടെ നിൽക്കുന്നവർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇത് ആഗ്രഹിക്കുന്നതെന്ന് അറിയണം. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്ന മെമ്പേഴ്സ് എല്ലാവരും ഇതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത്തരം ബിസിനസ്സുകൾ ചെയ്യും, എക്സ്പെഷ്യലി വലിയ വലിയ ടീമുകളുള്ളവരായതുകൊണ്ടും അവർക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ആ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് ആർഡമിൻസിനെ പറ്റി പറയാനുള്ളത്. ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് 4500 കഴിഞ്ഞ് പിന്നെ എന്ത് എന്നുള്ളത് 4500 എത്തിക്കഴിയുമ്പം അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പം അതിന്റെ ഫർദർ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതിലൂടെ നല്ലൊരു ഇൻകം വീണ്ടും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത സ്റ്റെപ്പ് പറയാമെന്ന് കരുതിയിട്ടാണ് ആ സ്റ്റെപ്പുകളിലേക്ക് പോകാത്തത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറെ എക്സാഗ്രേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും. അപ്പൊ നമുക്കത് പ്രൂവ് ചെയ്ത് കാണിക്കാം. അതായത് ആദ്യം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിക്കൂ എന്ന് ഞാൻ അല്ലെങ്കിൽ നമ്മൾ കമ്പനിയോട് പറഞ്ഞു, കമ്പനി അത് ചെയ്ത് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് അന്നേരം ചെയ്ത് കാണിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതും പ്രൂവ് ചെയ്ത് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് പ്രൂവ് ചെയ്ത് കാണിക്കുക. ഇങ്ങനെയാണ് കമ്പനി പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ ആർക്കെങ്കിലൊക്കെ ഉള്ള ഡൗട്ടുകൾ ചോദിക്കാം. ആ ഡൗട്ടുകൾ നിങ്ങൾ ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. അവരെ മുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് സ്വമേധയാ താഴെ പോകുന്നെങ്കിൽ താഴെ പോവുക. അല്ല ഇനി അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് സഹകരിക്കണം കൂടി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി പറയാണ്. സംശയങ്ങളുള്ളവർ ചോദിക്കണം. ഓക്കെ, എന്റെ വോയിസ് ക്ലിയർ അല്ലേ? പറയും മേഡം, കേൾക്കാം. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പം പിന്നെ നമ്മളെ ആൾക്കാർ 39 പേരെ ആൾക്കാർ ഒരു മാസത്തിനുള്ളിൽ കൊണ്ടുവരണം എന്നല്ലേ സാർ പറഞ്ഞത്? അതെ, അങ്ങനെയാണ് മാഡം. ഞാന് മാഡത്തിന് പറയാനുള്ളത് അല്ലെ ചോദിക്കാനുള്ളത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ മറുപടി പറയാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് ഇങ്ങനെ ടൈം പോകും, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മളൊരു മാസത്തിനുള്ളിൽ 39 പേരെ കൊണ്ടുവരണം. ഒരാളല്ല, അവരുടെ ഒരു ടീം 39 ആവണം. അതങ്ങനെയാണല്ലോ, ഒരു മാസത്തിനുള്ളിൽ ഇത് ചെയ്യണം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. 2, നമുക്ക് ഈ ഒരു പേയ്മെന്റ്, അതായത് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുമ്പം അതെങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് തന്നു, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ അതിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലോ ബാക്കിയുള്ള ഡീറ്റെയിലോ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ വെറും ഫോൺ നമ്പർ മാത്രമാണ് കൊടുത്തത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പേയ്മെന്റ് വിഡ്രോ ചെയ്യാൻ പറ്റുക? ഏതിലൂടെയാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുക? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. മൂന്നാമത് എന്ന് പറയുന്നത്, നമുക്കിപ്പം 3 പേരല്ല അതിൽ കൂടുതൽ പേര് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, അപ്പൊ എന്നോട് ഒരുപാട് എനിക്ക് ഓക്കെ ആണ്, എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതെങ്ങനെയാണെന്നുള്ളത്. പക്ഷെ എനിക്ക് വന്ന ടീമിലുള്ളവർ ചോദിച്ച ചോദ്യമാണ്, നമുക്ക് 3 പേരല്ല അതിൽ കൂടുതൽ ആൾക്കാർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതെന്താണ്? അതൊന്ന് പറഞ്ഞു തരണം. ഇങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് തരണേ സാറേ. ഓക്കെ മാഡം, നല്ല ചോദ്യമാണ്. താങ്ക് യു. ഇതില് നമ്മൾ അതായത് നമ്മൾ ഈ ആഡോമിനസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ആഡോമിനസ് നമ്മൾ നേരത്തെ ഒരു കമ്പനിയുമായിട്ട് ക്ലബ് ചെയ്തിട്ട് എടുക്കുന്ന പരസ്യങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് അവരായിട്ട് എന്താ പറയണ്ടേ, ചില ടേംസിന്റെ പേരിൽ, ടേംസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ സ്റ്റാറ്റസ് ഇടുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞുകൊണ്ടിരുന്നു അവരുടെ കമ്പനിയിൽ. കാരണം അവര് ഒരു ഉദാഹരണത്തിന് നമ്മളെ ക്ലബ് ചെയ്തിരുന്ന കമ്പനിയായിട്ട് അവർ സ്റ്റാറ്റസ് ഇടുമ്പോൾ അവർ 3 രൂപ 2 രൂപയ്ക്കാണ് ഒരു ദിവസം കൊടുക്കുന്നത്. നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ 2 രൂപ 3 രൂപയ്ക്കായിട്ട് ഇടുമ്പോൾ സംഭവിക്കുന്ന എന്താണെങ്കിൽ കുറഞ്ഞത് 100 ദിവസമെങ്കിലും എത്തും 300 രൂപയാകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പലർക്കും അറിയാൻ പറ്റുമായിരിക്കും. നമ്മൾ ഇവിടെ നിങ്ങൾ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്തു, അതൊന്നും ഇവിടെ മാറ്ററേ അല്ല. അതുകൊണ്ട് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ അവിടെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇവിടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ടുള്ളവർ അവിടെ ചെയ്യരുത്, ഇവിടെ ചെയ്ത് അങ്ങനെ ഒരു തീരുമാനവും അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിബന്ധനകളോ ആഡോമിനസിനില്ല. നമുക്ക് ഏത് കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാനുള്ള ഇഷ്ടം എന്നുള്ളത് അതൊക്കെ അവരവരുടെ വ്യക്തി താല്പര്യങ്ങളാണ്. ആ വ്യക്തി താല്പര്യങ്ങൾക്കെതിരെ യാതൊന്നും പറയാൻ കമ്പനിക്ക് അർഹതയില്ല, കമ്പനി പറയുകയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് പരസ്യം തരുന്നവരൊക്കെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമായിട്ട് നിന്നു. അവർക്ക് ആ പറഞ്ഞ കമ്പനിയിൽ പരസ്യം കൊടുത്തിട്ട് റീച്ച് കിട്ടുന്നില്ല. അപ്പൊ പലരും എനിക്ക് വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു, സാറേ പിന്നെ ആഡോമിനസ് അവിടുന്ന് വിട്ടതിന് ശേഷം നമുക്ക് റീച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലീഡ്സ് കിട്ടുന്നില്ല. അതുകൊണ്ട് സാറ് പെട്ടെന്ന് ഒരെണ്ണം തുടങ്ങുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് എമർജൻസി ആയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ കമ്പനിയെ സമീപിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് മെമ്പേഴ്സിനെ എടുക്കാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്ത് ഇപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഐ ഡി അടിക്കാനുള്ള ഓപ്ഷൻ ചെയ്ത് ഇപ്പോഴും ഫോർഗെറ്റ് പാസ്വേഡ് ആയിട്ടില്ല. ഇപ്പോൾ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്വേഡ് മറന്നുപോയാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പാസ്വേഡ് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഇതുവരെ ആ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ആ സ്റ്റെപ്പിലേക്ക് എത്താൻ കഴിയും.
പിന്നെ ഇപ്പൊ നമ്മള് അക്കൗണ്ട് ഡീറ്റെയിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പൊ 24-ാം തീയതി അല്ലെങ്കിൽ 23-ാം തീയതി 24-ാം തീയതി ആയിട്ട് അക്കൗണ്ട് കൊടുക്കേണ്ട ഓപ്ഷൻ വരും. അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. കാരണം നമ്മളത് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവിടെ ചോദ്യം ചോദിച്ച മാഡം ഷാനിദ മാഡത്തിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തു. ഷാനിദ മാഡത്തിന്റെ പിന്നെ നമ്മുടെ പാസ്വേഡ് ബൈ ചാൻസ് വേറെ ആൾക്ക് കിട്ടി, ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ വേറെ ആർക്കോ ആർക്കെങ്കിലും മാഡത്തിന്റെ പാസ്വേഡ് കിട്ടി, മാഡത്തിന്റെ ഐഡി അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് എന്താ പറയണ്ട, അവർക്ക് വേണമെങ്കിൽ അവിടെ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ മാറ്റി അടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് എഡിറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ എഡിറ്റ് ചെയ്തിട്ട് ആ വ്യക്തിയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെങ്കിൽ മാഡം ഇതൊന്നും അറിയാതെയായിരിക്കും വിഡ്രോ കൊടുക്കുന്നത്, പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് പോകും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കും നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ടീമിനോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഒരിക്കൽ അക്കൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പോലും പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ കഴിയരുത്. എഡിറ്റ് ചെയ്യാൻ കഴിയുന്നത് അഡോമിനസിന് മാത്രമായിരിക്കണം അത് എഡിറ്റ് ചെയ്യാൻ കഴിയേണ്ടത്, വേറെ ആർക്കും എഡിറ്റ് ചെയ്യാൻ കഴിയരുത്. അപ്പൊ ആ രീതിയിൽ വേണം അക്കൗണ്ട് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു താമസം വരുന്നതാണ്. 22-ാം തീയതി 23-ാം തീയതിയൊക്കെ ആയിട്ട് ആ ഒരു ഭാഗം ക്ലിയർ ആകും. 25-ാം തീയതി തൊട്ട് അങ്ങ് പൈസ പിന്നെ 25-ാം തീയതി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ 24-ാം തീയതി ജോയിൻ ചെയ്തവർക്ക് 25-ാം തീയതി പേയ്മെന്റ് പോയി തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത്. അതിനകത്ത് ഈ അക്കൗണ്ടിന്റെ ഭാഗം ഉടനെ തന്നെ വരുന്നതാണ്. അത് എന്തിനാണ് ഇത്ര താമസിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ടാണ് താമസിപ്പിച്ചത്. അല്ലെങ്കിൽ അത് ആ കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ കോഡിങ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സമയം അവർ വേണമെന്ന് പറഞ്ഞാൽ സമയം എടുത്താലും കുഴപ്പമില്ല. ഒരാൾക്കും ഈ അക്കൗണ്ട് വേറെ ആൾ അടിച്ചു കൊണ്ടുപോയിട്ട് അതിൽ മാറ്റി എഴുതിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നൊരു നിർബന്ധ ബുദ്ധി നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. ഒന്ന്. രണ്ടാമത് കുറെ പേർക്ക് ഗൂഗിൾ പേയിൽ മതി, അതായത് അവർക്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുന്നതിന് മടിയുണ്ട്. അത് അവരുടെ സ്വകാര്യതയാണ് എന്ന് കരുതുന്നവരുണ്ട്. സത്യത്തിൽ അതുകൊണ്ട് ദോഷമൊന്നും ഇല്ലെങ്കിൽ പോലും കുറെ പേര് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അത് നമുക്ക് അവരെ കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ പറ്റില്ല, അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നവർ അവരുടെ ഗൂഗിൾ പേ നമ്പറാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അവരുടെ അക്കൗണ്ട് നമ്പറിന്റെ ഭാഗത്ത് ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നു. പിന്നെ IFSC കോഡിന്റെ അവിടെ ഗൂഗിൾ പേ നമ്പർ അല്ല, ഗൂഗിൾ പേയിൽ കൊടുത്തിരിക്കുന്ന പേര് ഏതാണോ ആ പേര് തന്നെ, വേറെ പേര് കൊടുത്താൽ ഓക്കെ ആകില്ല, ആ പേര് തന്നെ കൊടുക്കുന്നു. എന്നിട്ട് അവരുടെ ലീഡേഴ്സിന് കമ്പനി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ലീഡേഴ്സിന്, കാരണം എല്ലാവർക്കും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്താ പറയുക, അവരുടെ ലീഡേഴ്സിന് അഡോമിനസ് ആ പൈസ ഇട്ട് കൊടുക്കും. അവർ എന്ത് ചെയ്യും, ഈ ഗൂഗിൾ പേ നമ്പർ തന്നിട്ടുള്ളവർക്ക് ആ പൈസ അവരായിട്ട് ഇട്ട് കൊടുക്കും. കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അക്കൗണ്ട് ഡീറ്റെയിൽ ഉള്ളവർക്ക് മാത്രമായിരിക്കും കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ആ ഭാഗം ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അടുത്തത് ചോദ്യം എന്ന് പറഞ്ഞാൽ 39 പേര് ഒരു മാസം കൊണ്ട് 39 പേര് ഉണ്ടാക്കണം എന്ന് കമ്പനി പറയുന്നില്ല. ഒരു മാസം, അതായത് നമ്മുടെ മുമ്പിൽ 30 ദിവസമുണ്ട്. നമുക്കൊരു 3 പേരെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ 30 ദിവസം കിടക്കുന്നുണ്ട്. ആ 30 ദിവസത്തിനകത്ത് 39 പേരെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1500 കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അതല്ല, നിങ്ങളുടെ കൂടെ 20 പേരെ ഉള്ളൂ ആ മാസമെങ്കിൽ നിങ്ങൾക്ക് 600 രൂപ കിട്ടും, ഇൻസെന്റീവ് ഒഴിവാകും. നിങ്ങളുടെ കൂടെ 10 പേരെ ഉള്ളൂ, നിങ്ങൾക്ക് 250 രൂപ കിട്ടും, ഇൻസെന്റീവ് ഒഴിവാകും. ഇനി നിങ്ങളുടെ കൂടെ ആകെ 3 പേരെ ഉള്ളെങ്കിൽ തന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ 500 രൂപ അവിടെ പിടിച്ചിട്ട് ബാക്കി ആ ഒരു 100 രൂപ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ 3 പേരായിട്ട് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എങ്കിൽ പോലും അതും കൂടി നമ്മുടെ കറ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പരിഗണന അല്ലെങ്കിൽ അവരുടെ അവരുടെ ആ ഒരു നിർദ്ദേശത്തിന് മാനേജിങ്ങനെ വേണം എന്ന് നിർബന്ധ ബുദ്ധിയെ പറഞ്ഞതുകൊണ്ട് കമ്പനി അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അടുത്ത ആൾക്ക് ക്ലിയർ ആയെങ്കിൽ പറയണേ. ചോദിക്കുന്ന ആസില മാഡം പ്ലീസ്. സാർ, എനിക്ക് ഒന്നാമതായിട്ട് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ 4500 രൂപ എന്നുള്ളത് ഫിക്സ്ഡ് ആയി കഴിഞ്ഞാൽ പിറ്റത്തെ മാസം മുതൽ നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ അതിലോട്ട് എന്തോ 1-2 മാസം ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇത് കിട്ടിക്കൊണ്ടേ ഇരിക്കുവോ? ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഏതൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു എന്താ പറയാ ഒരു ടാർഗറ്റ് ഉണ്ടാവും. ഒരു കമ്പനീനെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിക്കുന്നവർക്ക് ഒരു പ്രത്യേക ബോണസ് ഏതൊരു കമ്പനിയിലും അങ്ങനെ ഉണ്ടാവും. ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഇത്രക്കുള്ളിൽ ഇത്രയും ഈ കമ്പനീനെ ഈ ഒരു ടോപ്പ് ലെവലിൽ എത്തിച്ച ഒരാൾക്ക് ഒരു പ്രത്യേക ഒരു ബോണസ് നമുക്ക് ഏത് കമ്പനിയിലും നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ബോണസോ കാര്യങ്ങളോ ഈ അഡോമൻസിലുണ്ടോ? പിന്നെ ചോദ്യം കംപ്ലീറ്റ് ആയി മാഡം. ഓക്കെ, താങ്ക് യു മാഡം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു നെറ്റ്വർക്ക് ബിസിനസ് അല്ല. ആദ്യം അത് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാല് നമുക്ക് മുകളിൽ നിൽക്കുന്നവർക്ക് എപ്പോഴും പൈസ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുക, താഴെ നിൽക്കുന്നവർ ഇങ്ങനെ അങ്ങനെ ഒരു സിസ്റ്റം അല്ല ഇവിടെ ഉള്ളത്. നമ്മൾ അഡ്വർടൈസിങ് കമ്പനിയാണ്, 100% അഡ്വർടൈസിങ് കമ്പനിയാണ്. നമ്മൾ പരസ്യങ്ങൾ വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് മാഡം പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു മാസം വർക്ക്
വർക്ക് ചെയ്തില്ലെങ്കിൽ പൈസ കിട്ടുമോ എന്ന് പറഞ്ഞാൽ, ഇവിടെ വർക്ക് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റസ് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ വർക്ക്. സ്റ്റാറ്റസ് വെക്കാനുള്ള പരസ്യങ്ങൾ ഇവിടുന്ന് കിട്ടുന്നു, നമ്മുടെ ഗ്രൂപ്പുകളിൽ കാണും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവർക്ക് കോഴിക്കോട് ജില്ലാ ഗ്രൂപ്പിനകത്ത് ആ പരസ്യങ്ങൾ കാണും. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, ഇപ്പൊ ജനറൽ ഗ്രൂപ്പിലും മറ്റു ചില ഗ്രൂപ്പുകളിലൊക്കെ വരുന്നത് നമ്മൾ ജില്ല തിരിച്ചിട്ടുള്ളത് ആയിട്ടില്ല. ജില്ല തിരിച്ചിട്ടുള്ളതൊക്കെ വരുന്നത് മാർച്ച് 15-ന് ശേഷം ആയിരിക്കും ജില്ല തിരിച്ചിട്ടുള്ളതൊക്കെ വരുന്നത്. നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഉത്സാഹിച്ച് നിൽക്കുകയാണെങ്കിൽ മാർച്ച് 15-ന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജില്ല തിരിച്ചുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ജോലി എന്ന് പറയുന്നത് സ്റ്റാറ്റസ് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ എടുത്തിട്ട് ഒരാളുടെ നമ്പർ എടുത്ത് നോക്കി, അവർ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഇടുന്നില്ല, അല്ലെങ്കിൽ അവർ സ്റ്റാറ്റസ് വെക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അവരെ വിളിച്ചിട്ട് വാണിംഗ് ചെയ്യും. ഉദാഹരണത്തിന് ദയവായിട്ട് എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണം. കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ പറയുന്നതാണ്, മറ്റൊന്നും കൊണ്ടല്ല. അതൊന്ന് ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം സ്റ്റാറ്റസ് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. സ്റ്റാറ്റസ് വെക്കുന്നില്ലെങ്കിൽ ആ ആളെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്റ്റാറ്റസ് വെക്കാത്തത് എന്താണ്, സ്റ്റാറ്റസ് വെച്ചില്ലെങ്കിൽ നമുക്ക് കമ്പനിക്ക് നഷ്ടമാണ്. നമ്മളൊന്ന് വാൺ ചെയ്യും. എന്നിട്ടും അവര് അപ്പൊ വാൺ ചെയ്യും. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് മാനുഷിക പരിഗണന എന്തെങ്കിലും കാരണത്താലാണ് വെക്കാത്തത് അല്ലെങ്കിൽ എന്താണെന്നുള്ള നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവരോട് പറയും, നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണം, സ്റ്റാറ്റസ് വെക്കാതിരിക്കരുത് എന്ന് പറഞ്ഞ് വാൺ ചെയ്യും. നെക്സ്റ്റ് ടൈമും അവർ സ്റ്റാറ്റസ് വെക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യപടിയായിട്ട് നമ്മൾ അവരുടെ ഒരാഴ്ചത്തെ ഇൻകം, സ്റ്റാറ്റസ് ഇൻകത്തിൽ നിന്നും ഒരാഴ്ചത്തെ ഇൻകം നമ്മൾ കട്ട് ചെയ്യും. ഫസീല മാഡം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. സാറിന് മ്യൂട്ട് ചെയ്യാൻ പറ്റൂലേ? ഞാൻ ഈ മ്യൂട്ട് ചെയ്യണമെങ്കിൽ താഴത്തേക്ക് നോക്കി വരണം. അത് ഞാൻ ഇവിടെ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവര് ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ കുറെ നേരം നോക്കണു. ഓക്കെ, അപ്പം പറഞ്ഞു വന്ന ഫസീല മാഡം ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. അപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റാറ്റസ് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതിന്റെ കൂട്ടത്തിലാണ് നമ്മുടെ ഈ ഇൻസെന്റീവ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു നിശ്ചിതമായിട്ടുള്ളൊരു എമൗണ്ട് കിട്ടാൻ വേണ്ടി 600 എങ്കിലും നമുക്ക് കിട്ടണം. വർക്ക് ചെയ്തായിരുന്നാലും എന്ത് സംഭവിക്കും? നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റസ് സെറ്റിലാണ്. പിന്നെ മാഡം ഉദ്ദേശിക്കുന്ന വർക്ക് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് 39 പേരുള്ള ഗ്രൂപ്പാണ് ഉണ്ടാവുന്നത്. ഈ 39 സ്റ്റാച്യൂനെ കൊണ്ടുവയ്ക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. 39 പേരും ഇതുപോലെ തന്നെ 1500, 600, 1500, 4500 വാങ്ങണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരാണ്. അവർ നമ്മൾ സഹായിക്കുക. എങ്ങനെ സഹായിക്കണം? നമ്മൾ ഈ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു 3 പേര് നിങ്ങൾ കണ്ടെത്തൂ. ആ 3 പേര് നമ്മളെപ്പോലെ തന്നെ പൈസ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമ്മൾ സഹായിക്കുക. അങ്ങനെ 39 പേരുള്ള ടീം ആകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി. അതിന് നമ്മൾ ഈ 30 ദിവസം ഇതിനു വേണ്ടി അലയണോ? വേണ്ട. നമ്മൾ ഇവരൊന്നും വീടുകളിൽ പോകണ്ട, ഇവരൊന്നും അന്വേഷിച്ച് പോകണ്ട, ഇതൊന്നും ചെയ്യണ്ട. നമ്മൾ ഫോണിലൂടെ പറയാം, നിങ്ങളുടെ കൂടെ ഇപ്പൊ ആകെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പൈസ വേണ്ടേ? കമ്പനിയുടെ റൂൾ ഇതാണ്, 100 എങ്കിലും കിട്ടണമെങ്കിൽ നമ്മുടെ കൂടെ ഒരു 3 പേരെങ്കിലും വേണം. ആ 100 എല്ലാ മാസം കിട്ടത്തില്ല, ഫസ്റ്റ് മന്ത് മാത്രമാണ് അങ്ങനെ കൊടുക്കുക, ഒരു പരിഗണന എന്നുള്ള രീതിയിൽ. അത് 30 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പേയ്മെന്റുകൾ കിട്ടുന്നതെന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധയിലേക്കണം. ഇപ്പം ചില വളരെ മിടുക്കരായിട്ടുള്ള ആളുകളുണ്ട്, അവരെന്ത് ചെയ്യണം, ചിലപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ 39 പേരെ ടീം അങ്ങ് ഉണ്ടാക്കും. അപ്പൊ 39 പേരായല്ലോ, എനിക്ക് ആ പൈസ തരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് 30 ദിവസം കഴിഞ്ഞിട്ട് ഇൻസെന്റീവ്, നമ്മുടെ സ്റ്റാറ്റസ് ഇൻകവും ഇതും കൂടി ഒന്നിച്ചായിരിക്കും തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്നവര് വീണ്ടും ആളുകളെ ജോയിൻ ചെയ്യിക്കണം, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരണം, അവർക്കും ഇതുപോലെ പേയ്മെന്റ് കിട്ടണം എന്ന് ആഗ്രഹിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോ 4500 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ വന്ന 3 പേരും 1500 രൂപ വെച്ച് വരുമാനം വാങ്ങിക്കുന്നവരായിരിക്കണം. ആ 3 പേര് 1500 രൂപ വെച്ച് വരുമാനം വാങ്ങിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ കൂടെ ഓരോരുത്തരുടെ കൂടെ 39 പേരുണ്ടാകണം. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇനി മാഡം പറഞ്ഞു ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പൊസിഷനിൽ എത്തുക. ഇതിനകത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും പൊസിഷനിൽ എത്തുക എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. കാരണം നമുക്ക് പരസ്യ കമ്പനിയാണ്, കമ്പനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്ന അത് അങ്ങനെ സംഭവമല്ല ഇതിനകത്ത്. അത് നെറ്റ്വർക്ക് ബിസിനസ്സുകളിൽ സാധ്യമാണ്, ഇവിടെ അങ്ങനെ സംഭവമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ എടുത്തൊരു തീരുമാനമാണ്. ആ ഓപ്ഷൻസ് ഒന്നും ഇപ്പൊ പറയണ്ട, അത് നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ കുറെ എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞായിട്ട് അവർക്ക് തോന്നും. അപ്പൊ മാഡം മനസ്സിലാക്കേണ്ടത് തരക്കേടില്ലാത്തൊരു ഇൻകം, അതായത് ആരോടും തലയുയർത്തി പറയാവുന്ന രീതിയിലുള്ള ഒരു ഇൻകം വരാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ആ ഓപ്ഷൻ എന്ന് പറയുന്നത്
നമ്മുടെ ആദ്യം 4500 കഴിഞ്ഞിട്ട് അടുത്ത മാസം തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഇതിനേക്കാളും നല്ല ഇതിൻ്റെയൊക്കെ 3 ഇരട്ടി എമൗണ്ട് വാങ്ങിക്കുന്നവരെ കാണാൻ നിങ്ങൾക്ക് കഴിയും. അതിലൂടെ അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തരും. അതും സ്റ്റാറ്റസ് ഇടുന്നതിലൂടെ തന്നെയാണ്. അത് ഗ്രൂപ്പ് അതെങ്ങനെ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അത് താഴോട്ട് എന്നുള്ളതല്ല മനസ്സിലാക്കേണ്ടത്, അതിന് വേറെ രീതിയാണ്. അത് ആ സമയം പറഞ്ഞുതരാം. എല്ലാം കൂടി പറഞ്ഞിട്ട് ആളുകളെ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ 4500 വരെയുള്ള കാര്യം പറഞ്ഞ് നിർത്തുന്നത്. ഇത് എല്ലാ മാസം തരുന്ന രീതിയിലുള്ള ഇൻകമാണ്. പിന്നെ മാഡം പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടി, ടാർജറ്റ്. എല്ലാ കമ്പനികൾക്കും എല്ലാ മാസം ടാർജറ്റുകളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമുക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് ആംബേ എന്ന് പറയുന്ന കമ്പനി. ആംബേയിൽ ഇപ്പൊ ജോയിൻ ചെയ്യണമെങ്കിൽ 10,000 രൂപ കണ്ടാന്ന് തോന്നുന്നു എനിക്ക്. പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. ഞാനത് ഉദാഹരണമായിട്ട് പറയാണ്. ഇതും അതായിട്ടൊന്ന് കമ്പയർ ചെയ്യരുത്. അത് ആനയും നമ്മൾ ആടും എന്നുള്ള രീതിയിൽ തന്നെ കാണണം. നമ്മളൊരു ചെറിയ പരസ്യ കമ്പനിയാണ്. അതെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ആംബേ എന്ന് പറയുന്ന കമ്പനി. അപ്പൊ ആംബേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ മാസം 8 ലക്ഷം രൂപയുടെ ബിസിനസ് നിങ്ങൾ നടത്തിയാൽ, അതായത് നിങ്ങളുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ വഴി 8 ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ സിൽവർ പ്രൊഡ്യൂസർ എന്ന പേരിൽ അറിയപ്പെടും. നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു എത്ര കൊണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40,000-ത്തിനടുത്ത് വരുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ 8 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 7.5 ലക്ഷം രൂപ ബിസിനസ് നടന്നുള്ളൂ എങ്കിൽ ഈ പറഞ്ഞത് തരത്തില്ല. അവര് അതിന്റെ താഴെയുള്ള പേയ്മെന്റ് എന്ന് പറയുമ്പോൾ 5,000 രൂപയുടെ അർഹതയുള്ളെങ്കിൽ 5,000 രൂപ തരുള്ളൂ. അപ്പൊ നെക്സ്റ്റ് മന്ത് ഇത് അങ്ങോട്ട് കവർ ചെയ്യുമെന്ന് വെച്ചാൽ ഇല്ല. അടുത്ത മാസം വീണ്ടും അടുത്ത 8 ലക്ഷത്തിന് ചെയ്താൽ തന്നെ ആദ്യം തൊട്ട് വീണ്ടും തുടങ്ങണം. അത് സാധാരണ മിക്കവാറും എല്ലാ നെറ്റ്വർക്ക് കമ്പനികളിലും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അങ്ങനെയാണ്. ഇവിടെ അതുകൊണ്ട് നമുക്ക് അതിന് പ്രത്യേകിച്ച് ടാർജറ്റ് ഒന്നുമില്ല. നമ്മുടെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ 39 പേരുള്ള ടീമുകളാക്കുക. നിങ്ങൾ കൂടെ വന്നിട്ടുള്ള 3 പേരെയും 39 പേരുള്ള ടീമുകളാക്കി കഴിഞ്ഞാൽ 4,500 കിട്ടും. അല്ല, നിങ്ങൾ മാത്രം 39 പേരുള്ള ടീമാണെങ്കിൽ നിങ്ങൾക്ക് 1,500 കിട്ടും. ഇനി വേറൊരു കാര്യം, ചിലപ്പോൾ നമുക്കൊരു ബുദ്ധി തോന്നിയേക്കാം, ഓക്കെ എന്റെ വീട്ടിലൊരു 39 പേര് 3,900 രൂപ കൊടുത്തിട്ട് 39 പേരൊക്കെ ജോയിൻ ചെയ്തിട്ടാൽ മതി, പൈസ നമുക്ക് എല്ലാ മാസം കിട്ടുമല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. ഈ 39 പേരുടെ കൂടി ഈ നമ്മൾ കൊണ്ടുവന്ന 39 പേരുടെ ടീമും കൂടി നോക്കിയിട്ടായിരിക്കും നമുക്ക് നെക്സ്റ്റ് മന്ത് എന്ത് വരുന്നത്, നമുക്ക് ഇൻകം വരുന്നത്. അല്ലാതെ അങ്ങനെ നമ്മൾ ഒരു കുബുദ്ധി കാണിക്കരുത്. അങ്ങനെ കുബുദ്ധി കാണിച്ചു കഴിഞ്ഞാലും നമുക്ക് മെമ്പേഴ്സ് കൂടത്തില്ല. മെമ്പേഴ്സ് കൂടാതായി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇന്നലെ വന്നിട്ടുള്ളൊരു പരസ്യം, ഇന്നലെ മിനിഞ്ഞാന്ന് അവർ ഇന്ന് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് പുതിയതായിട്ട് ആരെങ്കിലും പിന്നെ പരസ്യം ഇടാനുണ്ടോ? അതായത് ഇന്നലെ വെച്ചവർ തന്നെയാണ് സ്റ്റാറ്റസ് വെക്കുക. ഞാൻ പറഞ്ഞത് സാറേ, അത് ഞങ്ങൾക്ക് ഇന്നലെ വെച്ചവരൊക്കെ തന്നെ ഇന്നുള്ളൂ. ഇന്ന് നമുക്കൊരു 10-100 പേര് മാത്രം കൂടിയിട്ടുള്ളൂ. കാരണം സത്യസന്ധമായിട്ട് പറയാം. കാരണം എന്താണ്, ഞാൻ കള്ളം പറഞ്ഞ് പരസ്യം എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടത്തില്ല, അല്ലെങ്കിൽ ലീഡ്സ് കിട്ടത്തില്ല. അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പിന്നെ അവർ പരസ്യം തരത്തില്ല. ഞാൻ അവരോട് പറഞ്ഞു 10-100 പേരുടെ കൂടുതലേ ഉള്ളൂ, അത് 1-2 ആഴ്ച കഴിയും സാർ അത് കൂടുതൽ എണ്ണം വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഒഴിവാക്കുക ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആളുകൾ വന്നുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് പരസ്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് അവർ തരുള്ളൂ. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിൽ വയ്ക്കുക. നമുക്കിവിടെ പ്രത്യേകിച്ച് ടാർജറ്റും കാര്യങ്ങളൊന്നുമില്ല. ആകെയുള്ള ടാർജറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ 39 പേരായാൽ മാത്രമേ നിങ്ങൾക്ക് 1,500 രൂപ വരുമാനം കിട്ടുകയുള്ളൂ. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് 3 പേരെ കൊണ്ടുവന്നു, പിന്നെ 9 പേര് 27 വരുന്നു. ഇനി മാഡം പറഞ്ഞ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 4ാമത് ഒരാളെ ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യണം? 4ാമത് തൽക്കാലം നമുക്ക് ആരും ജോയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം എല്ലാവർക്കും പെട്ടെന്ന് അച്ചീവ് ചെയ്യണം. അച്ചീവ് ചെയ്ത് എല്ലാവർക്കും പെട്ടെന്ന് പൈസകൾ കിട്ടാൻ തുടങ്ങണം. എങ്കിൽ മാത്രമേ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അല്ലാതെ ഇപ്പം നമുക്ക് ഡയറക്റ്റ് ഒരു 10 പേര് പരിചയമുണ്ട്, ഈ 10 പേര് ഞാൻ ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്താൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പൊ തൽക്കാലം അങ്ങനെ അനുവദിക്കുന്നില്ല. 4,500 കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറയുമ്പോൾ ആ അടുത്ത സ്റ്റെപ്പിലേക്കാണ് അടുത്ത 3 പേര് നമുക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ആ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലര് പറയാറുണ്ട്, പിന്നെ എന്റെ വീട്ടില് എന്റെ ഉമ്മയ്ക്ക്, എന്റെ വാപ്പയ്ക്ക്, അല്ലെ എന്റെ അച്ഛൻ, അല്ലെ എന്റെ അച്ചാച്ചൻ, അല്ലെ എന്റെ അമ്മയ്ക്ക്, എന്റെ അമ്മമ്മയ്ക്ക് ഒക്കെ എന്ത് ചെയ്യാ ഫോണുണ്ട്, പക്ഷെ പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ അല്ല, നോർമൽ ഫോണാണ്, കീപാഡ് ഫോണാണ്. അപ്പൊ അവർക്കൊക്കെ ഇത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സത്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മൾ അവിടെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അവരെ ടീം ക്രിയേറ്റേഴ്സ് എന്ന ഗണത്തിൽ പെടുത്തും. എന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റാറ്റസ് ഇടാൻ കഴിയില്ല, പക്ഷെ അവരിലൂടെ ഒരു ടീമിനെ അവർക്ക് ഉണ്ടാക്കി തരാൻ സാധിക്കും. അപ്പൊ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എൻ്റെ വൈഫിന്റെ അമ്മ. എൻ്റെ വൈഫിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ കാലിന് സുഖമില്ലാതിരിക്കുകയാണ്. അവർക്ക് നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കുറെ നാളത്തേക്ക് നടക്കാനൊന്നും വയ്യാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അവർ മാത്രമല്ല, അവർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല. അവർക്ക് ടിവിയും പിന്നെ ഇതൊക്കെയാണ്, പക്ഷെ അവർക്ക് കുറച്ച് ബന്ധങ്ങളുണ്ട്. പറഞ്ഞത് പിന്നെന്താ പറയണ്ടത്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പം അതുപോലെ കുറെ പേരുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മദർ ഇൻ ലോനെ അല്ലെങ്കിൽ വൈഫിന്റെ അമ്മേനെ
അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ടീം ക്രിയേറ്റർ എന്നുള്ള ഗണത്തിലാണ് അവർ പെടുത്തിയിരിക്കുന്നത്. അതായത് അവർക്ക് ടീം ഉണ്ടാക്കാൻ സഹായിക്കാൻ കഴിയും. അവർക്ക് സ്റ്റാറ്റസ് ഇൻകം നമ്മൾ കൊടുക്കില്ല, പകരം എന്ത് ചെയ്യുന്നു, അവർക്ക് ഇൻസെന്റീവ് കൊടുക്കും. ഉദാഹരണം പറഞ്ഞ് 39 പേരുള്ള ടീം ഉണ്ടെങ്കിൽ അവർക്ക് 900 രൂപ കൊടുക്കും. ഇനി അവരുടെ കൂടെ 20 പേരുണ്ട്, അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ അത് നമുക്ക് എന്താ പറയണ്ട, ഒരു 600 രൂപ, അത് മറ്റേ എന്താ പിന്നെ 600 അല്ല 450 രൂപ കൊടുക്കും. ഇനി അവരുടെ കൂടെ 10 പേരുള്ളൂ, അവർക്ക് 200 രൂപ കൊടുക്കും. ആ രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇവിടെ തൊട്ടപ്പുറത്ത് പെരുന്നാളിന്റെ പടക്കം പൊട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പറയും മാഡം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് ലിങ്ക് ഇപ്പൊ കൊടുത്തു, ഒരാൾക്ക് കൊടുത്തു. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പൊ അവരൊരു മിസ്റ്റേക്ക് ചെയ്ത് അവരുടെ ലിങ്ക് ഉപയോഗിച്ച് അവർ 10 പേരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. അതായത് ആക്ടിവേഷൻ ആയില്ല, രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. അപ്പൊ നമുക്ക് അതിൽ ചേഞ്ചസുകൾ വരുത്താൻ പറ്റും. ഓക്കെ മാഡം, നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. എഡിറ്റിംഗ് ഓപ്ഷൻ ഇപ്പൊ നമുക്ക് അടുത്ത ആഴ്ചയോടുകൂടി എഡിറ്റിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഐഡിയകൾ ഇപ്പൊ ഒരുപാട് ഐഡിയയിൽ ഇപ്പൊ ഒന്നും വേണ്ട, എന്റെ കാര്യം തന്നെ നോക്കിയാൽ മതി. എവിടുന്നൊക്കെയോ കുറെ ഐഡിയകൾ വന്നിട്ട് ഡീആക്ടിവേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. സെക്കൻഡ് ലൈവിൽ 27 ഇൻആക്റ്റീവ് ഐഡീസ് ആണ് കിടക്കുന്നത്. എങ്ങനെ വന്ന് ഇത് കിടക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവസാനം ഞാൻ സോഫ്റ്റ്വെയർ ടീമിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് ആദ്യം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ സോഫ്റ്റ്വെയറിൽ ഒരു എറർ ഉണ്ടാകുകയും രണ്ടാമത് പുതിയ ഐഡിയകൾ അടിക്കേണ്ടി വന്നായിരുന്നു. അപ്പൊ അതിൽ വന്ന എറർ കൊണ്ടാണ് ഇങ്ങനെ കുറെ ഇൻആക്റ്റീവ് ഐഡീസ് വന്നെന്ന് പറഞ്ഞു. അപ്പൊ ആ ഐഡീസ് റിമൂവ് ചെയ്യണം. അതുകൂടാതെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഐഡിയ അടിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നീടാണ് അറിയുന്നത് 10 പേര് അങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെയാണെന്നുള്ള അറിയുന്നത്. അപ്പൊ അത്തരം ഐഡിയകൾ ഇൻആക്റ്റീവ് ഐഡീസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ വരും. അന്നേരം നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഐഡീസിന്റെ നമ്പേഴ്സ് ഒക്കെ തന്നു കഴിയുമ്പോൾ ആ ഐഡിയകളെല്ലാം നമ്മൾ മാറ്റിയിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വീണ്ടും ഐഡി ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഐഡി റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. താങ്ക് യു മാഡം. ഒന്ന് കടന്ന് ഉറങ്ങണേ. ഹലോ ഹലോ പറഞ്ഞോളൂ. കേൾക്കാമോ? ഒരു സെക്കൻഡ് മാഡം, ഒരു സെക്കൻഡ്. അല്ല, ഇവിടെ പറഞ്ഞു. ഹലോ ഹലോ മാം, മൈക്ക് മ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ദയവായിട്ട് ഈ മൈക്ക് കഴിയുന്നത് മ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന ഒച്ചയും ബഹളമൊക്കെ നമ്മളെല്ലാവരും കേൾക്കും. അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹലോ ഹലോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പ്രണവ് സാർ, അഫ്സൽ സാർ, അല്ലെങ്കിൽ നമ്മുടെ ഫാത്തിമയുടെ ആരെങ്കിലൊക്കെ നമ്മുടെ ചാറ്റ് നോക്കണം കേട്ടോ. കാരണം ചാറ്റിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ചോദ്യങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് നോക്കിയിട്ട് അതിനുള്ള ചോദ്യം ഇവിടെ നിന്ന് ആവർത്തിച്ചാൽ മതി, ഞാൻ അതിന് ആൻസർ കൊടുക്കാം. ആരൊക്കെയോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഹലോ പറയും മാഡം, ചോദിക്കും മാഡം. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ജോയിൻ ചെയ്ത ആളാണേ. അപ്പം ഇപ്പൊ ഒരു മാഡം ചോദിച്ചായിരുന്നു നമുക്ക് ഒരു 10 പേരെ ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ താഴെ ജോയിൻ ചെയ്യിപ്പിക്കാമോ എന്ന്. അപ്പം ഞാൻ ചെയ്തത് എന്താന്ന് പറഞ്ഞാല് എന്റെ താഴെ എനിക്ക് കുറെ ജോയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം 3 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു. എന്നിട്ട് ആ 3 പേർക്ക് പിന്നെ 3 പേരെ വെച്ച് ആക്കി കൊടുത്തു. അപ്പൊ നമ്മുടെ ടീം സെറ്റ് ആയി പോവല്ലേ? തീർച്ചയായിട്ടും ടീം സെറ്റ് ആയി പോകും. എന്നിട്ട് അവർക്ക് പിന്നെ ജോയിൻ കിട്ടുമ്പോ നമ്മുടെ താഴെ ആളില്ലാതിരിക്കുന്നവർക്ക് ആക്കി കൊടുത്ത് അങ്ങ് പോയാൽ മതി. തീർച്ചയായിട്ടും അത് എന്താ പറയുക, വളരെ നല്ല കാര്യമാണ്. പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. 39 പേരുടെ സെറ്റായിട്ട് മാറി. കാരണം എനിക്ക് പറഞ്ഞ ഒരു ആളുകൾക്ക് പൈസ കിട്ടുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ആളുകൾ നമ്മളിലേക്ക് വരും. അപ്പൊ അതിന് നമ്മളെല്ലാവരും ഒന്നിച്ചേക്കുക. അത് ഓക്കെ മാഡം, അത് നല്ല കാര്യമാണ്. അങ്ങനെ തന്നെ ചെയ്യാം തീർച്ചയായിട്ടും. അടുത്തത് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ചാറ്റിൽ ഞാൻ ഒരു നിമിഷം ചാറ്റ് നോക്കിക്കോട്ടെ കേട്ടോ. ഹംദ ഫാത്തിമ മാഡം എന്തൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞ് മാഡം ചോദിക്കും. മാഡം ഹംദ ഫാത്തിമ മാഡം പ്ലീസ്. ഓക്കെ
സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് ഇൻ കേസ് നമുക്കൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സാറിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറോ അല്ലെങ്കിൽ നമുക്ക് റെഫർ ചെയ്തവർക്ക് ഇതുപോലെ മീറ്റ് കൊടുക്കണമെങ്കിൽ ഏതൊക്കെ ദിവസമാണ് ഇതുപോലത്തെ മീറ്റിംഗ് ഉണ്ടാവുക, അതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാൽ നല്ലതായിരുന്നു. ഓക്കെ, അത് ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു 3 മീറ്റിംഗ് എങ്കിലും കുറഞ്ഞത് ഒരു 3 മീറ്റിംഗ് എങ്കിലും വെക്കണം. കുറഞ്ഞത് ഒരു 3 മീറ്റിംഗ് എങ്കിലും വെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇപ്പൊ നമ്മുടെ എന്താ പറയണ്ട, ഇവിടെ നമുക്കൊരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് 15 പേരുണ്ട്. അതിനകത്ത് 15 പേരുടെയും അതിനകത്ത് 8 പേര് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ കെയറിൽ ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളവരാണ്. അവരൊന്നും പ്രത്യേകിച്ച് പ്രതിഫലം ഒന്നും മോഹിച്ച് ചെയ്യുന്നവരല്ല. അതുകൊണ്ട് എന്താണെങ്കിൽ അവരുടെയൊക്കെ നമ്പറുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അവർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ കമ്പനിയിലേക്ക് വന്നിട്ടുള്ളവരും ഇപ്പൊ തന്നെ ഈ പറഞ്ഞ രീതിയിൽ 1500 രൂപ ഒരു മാസം കൊണ്ട് തന്നെ 1500 രൂപയൊക്കെ വാങ്ങിക്കാൻ അച്ചീവ് ചെയ്തിട്ടുള്ളവരും പിന്നെ ഈ അടുത്ത മാസം തന്നെ 4500 ഒക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നവരായിട്ടുള്ള മെമ്പേഴ്സ് ആണ്. അവരും ലേറ്റ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവരും ചെയ്തതെന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർക്ക് വന്ന കോൺടാക്റ്റുകളൊക്കെ മറ്റുള്ള പേരിൽ 14 പേരും ഞാനൊഴികെ 14 പേരും ഈ പറഞ്ഞ രീതിയിൽ 4500 വാങ്ങിക്കാൻ പ്രാപ്തരാകേണ്ടതാണ്. അവരെല്ലാവരും ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് കുറെ മെമ്പേഴ്സ് ആവട്ടെ സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന പോലും കേൾക്കാതെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നിന്നതുകൊണ്ടാണ് അവർ കുറച്ച് ഡിലേ ആകുന്നത്. അല്ലെങ്കിൽ ഇവരെല്ലാം 4500 വാങ്ങിക്കാൻ ഈ മാസം തന്നെ 4500 വാങ്ങിക്കാൻ കഴിവുള്ളവരായിരുന്നു. അപ്പൊ അത്തരം ആളുകളുടെ നമ്പറുകൾ ഈ നമ്മുടെ ഇപ്പൊ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ നമ്പറുകൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ പല ഗ്രൂപ്പുകളിലും സംശയങ്ങൾ ചോദിക്കാൻ ആരെ വിളിക്കണം, അതുപോലെ വിഡ്രോയുടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആരെ വിളിക്കണം, പ്രോഡക്റ്റിനെ പറ്റി ആരെ വിളിക്കണം, പരസ്യങ്ങളുടെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ വിളിക്കണം തുടങ്ങിയിട്ടുള്ള നമ്പറുകളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ നമ്പറുകളിലേക്ക് വിളിക്കാം. ഇനി ആ നമ്പറുകളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അറ്റ് എനി ടൈം നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഞാൻ എടുത്തില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ ബേജാറാവരുത്, അല്ലെ വിഷമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നരുത്. ആ നമ്പറുകളിലേക്ക് പിന്നീട് തിരിച്ചു വിളിക്കും. ചില സമയങ്ങളിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ അത്തരം കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു ചോദ്യമായിരിക്കും സ്പ്രിംഗ് വേ പോലെയാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇത് നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നോ നമുക്കൊരു ജെനുവിൻ ആണ് എന്നും മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടാവുമല്ലോ നമുക്ക്. തീർച്ചയായിട്ടും. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് GST നമുക്ക് ടെമ്പററി GST ആണ് കിട്ടിയിരിക്കുന്നത്. അത് GST നമ്പർ ടെമ്പററി സെൻട്രൽ ഗവൺമെന്റിനാണ് GST നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പൊ അത് ടെമ്പററി രജിസ്റ്റർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എനിക്ക് നേരത്തെ സൈടെക് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അപ്പൊ സൈടെക്കിന്റെ പേരിലുള്ള രജിസ്ട്രേഷൻ ഈ മാസത്തോട് കൂടിയാണ് എന്റെ ഫയൽ ക്ലോസ് ചെയ്യുന്നത്. അത് ഈ മാസം അവസാനത്തോട് കൂടി ഓൾറെഡി നമുക്ക് ടെമ്പററി രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ക്ലോസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ അത് ക്ലോസ് ഈ മാസം തന്നെ ക്ലോസ് ചെയ്യും. മറ്റേ നമുക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ടെമ്പററി രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് കാണുന്നുള്ളവർക്ക് നമുക്കത് കൊടുക്കാം. ഞാൻ ടെമ്പററി രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണ് അതങ്ങനെ അതിനവർക്ക് കൊടുക്കാൻ ഞാനൊരു മനസ്സ് കാണിക്കാറുണ്ട്. ചോദിക്കുന്നവർക്ക് നമുക്കത് കൊടുക്കാം. ഒന്ന്. രണ്ടാമത് ലോക്കൽ ലൈസൻസ് നമ്മൾ കോർപ്പറേഷനിൽ എന്റെ അപേക്ഷകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നേരത്തെ കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ എടുത്ത ബിൽഡിങ്ങിന് അല്ലെങ്കിൽ നേരത്തെ നമ്മൾക്ക് വാടകയ്ക്ക് എടുത്ത കെട്ടിടത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാല് അവിടെ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ഒരാള് അല്ലെങ്കിൽ നേരത്തെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ആള് അത് നിർത്തിപ്പോയിട്ട് അതിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ കോർപ്പറേഷന്റെ ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ പഞ്ചായത്ത് ആക്ട് ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ കോർപ്പറേഷനിലൊക്കെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. കാരണം പലർക്കും കാര്യങ്ങൾ അറിയത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു തലവേദന ഉണ്ടെന്നുള്ളത് പോലും ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതായത് നമ്മൾ അവിടെ കോർപ്പറേഷനിൽ നിന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് ആ ബിൽഡിംഗ് ടാക്സ് ഞാൻ അടച്ചു. കാരണം ആ ബിൽഡിങ്ങിന്റെ ഓണർ പറഞ്ഞു പുള്ളി ഇപ്പം നിങ്ങളുടെ ടാക്സ് അടയ്ക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. കാരണം പുള്ളി പൈസ അങ്ങോട്ട് വാങ്ങിക്കുന്നതല്ലാതെ കയ്യിൽ നിന്ന് ഇറക്കാൻ വലിയ പാടാണ്. പുള്ളി എന്തായാലും ഞാൻ ബിൽഡിംഗ് ടാക്സും കൊണ്ട് അടച്ച് ബാക്കി കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ മാഡം പറയുന്നത്, അതായത് നിലവിൽ ഈ നമ്പറിൽ 19/111 ബിൽഡിംഗ് നമ്പർ. ആ നമ്പറിൽ ഓൾറെഡി ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവർ നിർത്തി പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഇവിടെ രേഖകളിലില്ല. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരിവിടെ വന്നിട്ട് അവരുടെ ലൈസൻസ് പുതുക്കണം എന്ന് പറഞ്ഞാൽ ആ ലൈസൻസ് പുതുക്കണം. കൂടാതെ അവിടുത്തെ ലേബേഴ്സ് ഫീസ് അടയ്ക്കണം. എന്നിട്ട് ഇത് അടച്ചിട്ട് അവരെന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. വളരെ വിചിത്രമായ ആചാരങ്ങളാണ് ഇതൊക്കെ. എന്ന് പറഞ്ഞാൽ ഒരാൾ നിർത്തിപ്പോയി, അയാള് നഷ്ടം കാരണം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിർത്തി ആ ഗൾഫിലേക്ക് അങ്ങോട്ടോ മറ്റോ പോയതാണ്, ഒരു ജോലി കിട്ടി പോയതാണ്. അപ്പൊ ആ ആള്
ഇവിടെ വന്നിട്ട് ഇനി അത് പുതുക്കണം പോലും. പുതുക്കിയിട്ട് അത് ക്യാൻസൽ ചെയ്യണം. അതായത് അയാളെ ഫീസ് എല്ലാം അടച്ചിട്ട് പുതുക്കിയിട്ട് അത് ക്യാൻസൽ ചെയ്യണം. ആ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പുതിയതിന് അപേക്ഷ കൊടുക്കണം. എന്നാലാണ് നമുക്കത് കിട്ടുക. ഞാൻ കുറച്ച് നാൾ അതിന് പുറകെ നടന്നു. പിന്നെ അവിടെ വേറെ ആളെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇനി ഇതെല്ലാം അടച്ചാലും കുറഞ്ഞത് 15 ദിവസത്തിൽ കൂടുതലെങ്കിലും എന്ത് എടുക്കും, ഇത് ലൈസൻസ് കിട്ടാൻ നിങ്ങൾക്ക് സമയം എടുക്കും എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് പിന്നെ അതിന്റെ പുറകെ നടന്ന് താമസിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ വേറെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ മാഡം. ഞാൻ വേറൊരു ബിൽഡിംഗ് ഇപ്പൊ പോയി എടുത്തു. അതിപ്പോ നമ്മളിപ്പോ തിങ്കളാഴ്ച അവരായിട്ടുള്ള എഗ്രിമെന്റ് ഓൾറെഡി അവർ താക്കോല് തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താക്കോല് എന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ബിൽഡിംഗ് ടാക്സ് അടക്കി. അപ്പൊ അവർ ബിൽഡിംഗ് ടാക്സ് പിന്നെ ഇന്ന് പിന്നെ കൊണ്ട് ഉടനെ അടയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ അടച്ച് നമ്മൾ തിങ്കളാഴ്ചയോടുകൂടി അപേക്ഷ എടുക്കും. അടുത്ത ആഴ്ച തന്നെ നമുക്ക് ലോക്കൽ ലൈസൻസ് ആകും. നമ്മൾ പിന്നെ അഡോമിനസ് ഓൺലൈൻ അഡ്വർടൈസിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഏജൻസി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത്. GST നമുക്ക് ആ പേരിൽ തന്നെയാണ്, വേറൊരു സ്ഥാപനത്തിന്റെ പേരിൽ എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല. പിന്നെ ഇവിടെ സ്പ്രിംഗ് വേയുടെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്, സ്പ്രിംഗ് വേയുടെ പോളിസി നമ്മുടെ പോളിസിയായിട്ട് നമ്മുടെ രണ്ട് പോളിസിയാണ്. ഇപ്പൊ സ്പ്രിംഗ് വേയുടെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് പറയുന്നതാണ്, കഴിയുന്നതും മറ്റൊരു സ്ഥാപനത്തിന്റെ പേര് പറയരുതെന്ന് കരുതിയതാണ്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചോദ്യം വന്നുകൊണ്ട് പറയാണ്, സ്പ്രിംഗ് വേയില് ആഡോമിനസ് ആയിട്ട് ഒരു കരാറുണ്ടായിരുന്നു. അതായത് ആഡോമിനസ് പരസ്യങ്ങൾ എടുക്കും, സ്പ്രിംഗ് വേക്ക് കൊടുക്കും, സ്പ്രിംഗ് വേ മെമ്പേഴ്സ് അത് പരസ്യങ്ങൾ ഇടും. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ഈ പിന്നെ എന്താ പറയണ്ടേ, പരസ്യങ്ങൾ വെക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. നമ്മളത് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 3 രൂപയും 2 രൂപയൊക്കെയാണ് പരസ്യം വെക്കുന്നതിന് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3.5 മാസത്തിൽ കൂടുതലൊക്കെ പരസ്യം വെച്ച് കഴിയുമ്പോഴായിരിക്കും 300 രൂപ കിട്ടുന്നത്. ആ 300 രൂപയിൽ തന്നെ 150 രൂപ വരെ പിന്നെ അപ്ഗ്രേഡോ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് അത് പിടിക്കും. ബാക്കി 150 രൂപയിൽ പിന്നെ ഒരു 10% മറ്റേ പ്രോസസ് ഫീസ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 135 രൂപയാണ് 3.5 മാസം ആള് വെക്കുമ്പോൾ പിന്നെ കിട്ടുന്നത്. അപ്പൊ ഞാൻ എന്തിനാണ് സാറേ ഇതിങ്ങനെ വെക്കുന്നതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറെ റിസ്ക് എടുത്തിട്ടാണ് പലരും കൊണ്ടൊക്കെ സ്റ്റാറ്റസ് വെപ്പിക്കാറ്. അവസാനം നമ്മൾ പറഞ്ഞ് ആഡോമിനസിൻ്റെതായ രീതിയിലുള്ള മെമ്പേഴ്സിനെ ഉണ്ടാക്കുകയാണ്, ആഡോമിനസിന് ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുകയും നമ്മൾ അതിന് മെമ്പേഴ്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പം അത് അവർക്കത് പറ്റിയില്ല. അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആഡോമിനസ് വേറെ ആയിട്ട് ചെയ്താൽ മതി, ഞങ്ങൾക്ക് പരസ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിൽ പോവുകയും എന്തോ അവർ പെട്ടെന്നത് ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ പരസ്യം എടുക്കുന്ന പരിപാടി നിർത്തുകയും ചെയ്തു. അതിന്റെ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് പേര് വിളിച്ച സ്പ്രിംഗ് വേക്ക് നമുക്ക് പഴയ റീച്ച് കിട്ടുന്നില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് പലരും പരസ്യം തന്നുകൊണ്ടിരിക്കുന്നവരെ തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു പാകപ്പിഴ അവർക്ക് സംഭവിച്ചു, അത് അവരുടെ കാര്യമാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് മെമ്പേഴ്സിന് കൂടുതൽ ഇതും കൂടി ഇതും കൂടി പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടോ മാഡം. ഞാൻ വിശദീകരണം കൂടുതൽ തരുന്ന എന്താണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാതിരിക്കുന്നെങ്കിൽ മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടാണ് വളരെ കൂടുതലായിട്ട് വിവരണം കൂട്ടി അല്ലെങ്കിൽ കുറെ വിശാലമായിട്ട് വിവരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ആഡോമിനസ് പെട്ടെന്ന് നമ്മൾ മാറുകയും നമ്മൾ നമ്മുടേതായ രീതിയിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ലൈസൻസ് നമ്മൾ 25-ാം തീയതി മാത്രമാണ് തുടങ്ങിയത്. നമുക്ക് ലൈസൻസ് എടുക്കാനും അതിനൊക്കെയായിട്ട് 3 മാസം വരെ നമുക്ക് സർക്കാർ സമയം തരുന്നുണ്ട്. പക്ഷെ 3 മാസത്തേക്കൊന്നും പോകത്തില്ല. മാർച്ച് 15-ന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഈ ലൈസൻസുകളെല്ലാം ഓക്കെ ആയി കിട്ടിയിരിക്കും. അത് നമുക്ക് ഈ പറഞ്ഞ ജനറൽ ഗ്രൂപ്പുകളിലും നമ്മുടെ മറ്റു എല്ലാ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലും എല്ലാ അഡോമിനസ് ആളുകൾക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരും. ഓക്കെ സർ, നമ്മളിപ്പോ ഏത് ഡേറ്റിന് ജോയിൻ ആവുന്നോ അത് ഇപ്പൊ ഞാനിപ്പോ 20-ാം തീയതി ജോയിൻ ആവുന്ന ഒരാളാണെങ്കിൽ അടുത്ത മാസം 20-ന് അങ്ങനെ വെച്ചിട്ടാണ് ഇപ്പൊ ഇതിന്റെ ഇൻകം കിട്ടുന്നത് എന്നുള്ളത് ഒരു ഡൗട്ടാണ്. പിന്നെ സാറിന്റെ ഈ ഒരു സംസാര രീതി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ജെനുവിനിറ്റി നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ മീറ്റിംഗിന്റെ കാര്യം അതൊന്നും അങ്ങനെ. പിന്നെ നമുക്ക് അത്യാവശ്യം ഈ പരസ്യം നമുക്ക് ആരാണ് തരുന്നത് അല്ലെങ്കിൽ എവിടുന്നാണ് നമുക്കത് കിട്ടുന്നത്, ഇനിയിപ്പോ അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ആയിരിക്കാം കൊടുക്കേണ്ട, അത്തരം കാര്യങ്ങളെ പറ്റി ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇത്ര വ്യൂസ് ഉണ്ടാവണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ 10 വ്യൂ ഉള്ളാക്കും. ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു 1000-ന്റെ അടുത്ത് കോൺടാക്ട് ഉണ്ട്. നമ്മൾ ഓൾറെഡി വേറെ ബിസിനസ് ചെയ്യുന്നവരാണ്, ഓൺലൈൻ വർക്ക്. അപ്പൊ അത്യാവശ്യം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ഒന്ന് പറയട്ടെ. അപ്പൊ അതിലും നമുക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് ഈസി ആണ്. അപ്പൊ അതിന്റെ ഒരു PDF-ഓ അല്ലെങ്കിൽ അതിന്റെ ഒരു കൂടുതൽ എക്സ്പ്ലനേഷൻ ഇന്ന പ്ലാൻ ആണെന്ന് ഒരു PDF മറ്റോ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ എല്ലാ വ്യൂവേഴ്സ് ഉള്ളവർക്കും ഒരേ ഇൻകം തന്നെയല്ലേ, അല്ലെങ്കിൽ വ്യൂവേഴ്സ് കുറഞ്ഞാൽ ഇൻകം ഉണ്ടോ, സ്റ്റാറ്റസിന് ഇത്ര എന്നുള്ളതാണോ അതിന്റെ കണ്ടീഷൻ? നമ്മൾ ഏത് മാസം ജോയിൻ ആവുന്നു ആ മാസത്തിനാണോ ഇൻകം എന്നുള്ളത്? അതായത് ഒരു 20-നാണെങ്കിൽ അടുത്ത 20, അല്ലെങ്കിൽ ഒരു 18-നാണെങ്കിൽ അടുത്ത 18. അതിന്റെ ഇൻകം കണ്ടീഷനും കൂടി ഒരു ഡൗട്ട് ഉള്ളൂ.
ഓക്കെ. നമ്മുടെ ഇൻകത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ 30 ദിവസം നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നുള്ളതാണ്. ഇപ്പോൾ മാഡം 20-ാം തീയതി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 21-ാം തീയതിയാണ് മാഡത്തിന്റെ ഇൻകം കിട്ടുന്നത്, അല്ലെങ്കിൽ മാഡത്തിന് വിഡ്രോ ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ മാഡത്തിന്റെ പൈസ വരുന്നത് 20-ാം തീയതിയാണ്. പിന്നെ ഇവിടെ അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ 30 ഡേയ്സ് കഴിഞ്ഞിട്ട്, അതായത് 30 ദിവസം കഴിഞ്ഞ് 31-ാമത്തെ ദിവസം, അതായത് 24-ാം തീയതി ജോയിൻ ചെയ്തവർക്കാണ് നമ്മൾ 25-ാം തീയതി പേയ്മെന്റ് കൊടുക്കുന്നത്. ആ ഭാഗം ക്ലിയർ ആയെന്ന് കരുതുന്നു. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസിന്റെ നമ്മൾ നോക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിയിലുള്ള കോൺടാക്ട്സ് ആണ്. ഇപ്പം ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പം മാഡത്തിനെ പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ അഡോമിനസിൽ തന്നെ ഉള്ള ഒരുപാട് പേര് എൻ്റെ നമ്പർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എന്താണ് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിലുള്ള ഒരുപാട് പേരുടെ നമ്പർ എൻ്റെ കോൺടാക്ട്സിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 2000-ന് മുകളിൽ ആളുകൾ, ചിലപ്പോൾ 3000-ന് അടുത്ത ആളുകൾ എൻ്റെ സ്റ്റാറ്റസ് കാണാറുണ്ട്. അപ്പം അതേസമയം നമ്മൾ എന്താ പറയണ്ടേ, 500-നും 100-നും അല്ല 500-നും 400-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ 100-നും 50-നും ഇടയ്ക്ക് സ്റ്റാറ്റസ് കാണുന്ന, 100-നും 50-നും ഇടയ്ക്ക് മാത്രം കാണുന്ന ആളുകളുണ്ട്. അതായത് അവരുടെ കോണ്ടാക്ട് വളരെ കുറവായിരിക്കും. എന്നാൽ കുറച്ച് പേര്, അതായത് ഒരു 10-15% താഴെ ആളുകളുടെ 50-ൽ താഴെ ആയിരിക്കും അവരുടെ വ്യൂസ്. അത് 36 പേരോ 26 പേരൊക്കെ ആയിരിക്കും വ്യൂസ്. അത് നമ്മളിവിടെ കണക്കിലെടുക്കുന്നതേ ഇല്ല. നമ്മൾ അങ്ങനെ ഒരു നിങ്ങൾക്ക് വ്യൂസ് കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ പൈസ, നിങ്ങൾക്ക് വ്യൂസ് കുറവുള്ളതുകൊണ്ട് കുറവ് പൈസ, അങ്ങനെ ചിന്തിക്കുന്നതേ ഇല്ല. അങ്ങനെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതേ ഇല്ല. കാരണം ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന വ്യൂസ് കുറവ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, പാലക്കാടുള്ള ഒരാൾ ആദ്യം ഒരു മേഡോ അല്ലെങ്കിൽ ഒരു സാറോ ജോയിൻ ചെയ്തു. അദ്ദേഹത്തിന്റെ കോൺടാക്റ്റിൽ ചിലപ്പോൾ 25 പേരെ കാണത്തുള്ളായിരിക്കും. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് കാണുന്നത് ചിലപ്പോൾ 12 പേരായിരിക്കും. പക്ഷെ അദ്ദേഹത്തിലൂടെ ആയിരിക്കും നമുക്ക് 1000-ഓ അല്ലെ 500-ഓ പേര് സ്റ്റാറ്റസ് കാണുന്ന ഒരാളെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ വ്യൂസിന്റെ എണ്ണം നമ്മൾ കണക്കാക്കുന്നതേ ഇല്ല. നമ്മൾ ആ കൂടി പറയുന്നത് നമ്മളെല്ലാവരും സ്റ്റാറ്റസ് വെക്കുക എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഇപ്പൊ ചോദ്യം ചോദിച്ച മേഡം ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ക്ഷമിക്കുക. അപ്പൊ ഹംദ മേഡം ആണെങ്കിൽ മേഡം ഇതിന് അല്ലാതെ കുറച്ച് ഓപ്ഷൻസ്, വേറെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് മേഡം. അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പിന്നെ പറയാം. ഇത് നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഇത്രയും പേര് പങ്കെടുത്തു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ വന്നു എന്നുള്ളതിനകത്ത് സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ ഇപ്പം മാഡം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു. വ്യൂസ് നമ്മളൊരു ഒരു പിന്നെ എന്താ പറയണ്ട, ഒരു മാനദണ്ഡമായിട്ട് എടുക്കുന്നില്ല. എന്നാൽ അതേസമയം വ്യൂസ് മാനദണ്ഡം അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യാം എന്ന് ദയവായിട്ട് ആരും ചിന്തിക്കരുത്. കാരണം ഇത് നമ്മുടെ പ്രസ്ഥാനമാണ്. നമുക്ക് ഓരോരുത്തർക്കും പൈസ കിട്ടാനുള്ള ഒരു രീതി, ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് അതിന് വിഘാതമാകുന്ന രീതിയിൽ കഴിയുന്നതും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ചിലർക്ക് ഇപ്പൊ 100, ഇപ്പൊ എന്റെ ഫോണിൽ 100 പേര് കോണ്ടാക്ട്സ് ഉണ്ട്. ഉച്ചയാകുമ്പോഴേക്കും എന്തായാലും ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ എന്റെ കോണ്ടാക്ട്സിലുള്ള ഒരു 80-85 പേരാണ് എന്റെ സ്റ്റാറ്റസ് കാണാറുള്ളത് അല്ലെങ്കിൽ നോക്കാറുള്ളത്. ഒരു 3 മണി ആകുമ്പോഴത്തേക്കും അവരെല്ലാവരും നോക്കിക്കഴിഞ്ഞു. നമുക്ക് വേറെ സ്റ്റാറ്റസോ കാര്യങ്ങളൊന്നും ഇടാനില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് മുമ്പായിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് അയച്ചു തരണം. കഴിയുന്ന കുറച്ച് സമയം ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഞാൻ ഉദാഹരണം എന്നുള്ള വാക്ക് കുറെ പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങളൊന്നും ചിന്തിക്കരുത് കേട്ടോ. അതങ്ങനെ ശീലമായിപ്പോയി. ഇപ്പം ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടു. ആ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ ഉച്ചയ്ക്ക് ഡിലീറ്റ് ചെയ്ത് ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന അത്ര ആളുകൾ കണ്ടു കഴിഞ്ഞു. സാധാരണ അത്രയും നമ്പേഴ്സാണ് കാണുന്നത്. അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ രാവിലെ കണ്ട ആളായിരിക്കും ഉച്ച കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നത്, ഒരു സ്റ്റാറ്റസ് കണ്ടായിരുന്നില്ല, അതൊന്ന് വിളിച്ച് ചോദിക്കണമല്ലോ എന്ന് പറയുമ്പോൾ അത് എടുത്തു നോക്കാൻ നേരത്ത് വീണ്ടും ആ സ്റ്റാറ്റസ് കാണുന്നില്ലെങ്കിൽ നമുക്ക് പരസ്യം തന്ന ആളുടെ ഒരു ബിസിനസ് ആണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ അത് അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാനും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റാറ്റസ് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് പ്രത്യേകിച്ച് ദ്രോഹമൊന്നും അത് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് അത് അവിടെ തന്നെ കടന്നോട്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത്. നമുക്ക് സ്റ്റാറ്റസിന് എത്ര വേണമെങ്കിലും ഇടാം. പക്ഷെ പിന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, തീർത്തും അപേക്ഷയാണ്, അത് ഹംബിൾ റിക്വസ്റ്റ് ആണ്. നമുക്ക് ഇത്രയും പൈസ തരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് നമ്മുടെ പരസ്യത്തിന്റെ പരിപാടി കഴിയുന്നതും, ഞാൻ നിർബന്ധിക്കുകയല്ല, എങ്കിലും കഴിയുന്നത് എന്ത് ചെയ്യുക, അഡോമിനസിന്റെ സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ അഡോമിനസിന്റെ പരസ്യങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സന്മനസ് കാണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ പോകും. സാർ ചോദിക്കാനുണ്ട്. നമ്മളിപ്പോ ഐഡി ആക്ടിവേഷൻ ചെയ്യുന്നുണ്ടല്ലോ, അതായത് 100 രൂപ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് സ്പോൺസറിന് പൈസ കൊടുത്തിട്ടാണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത് ഓരോ വ്യക്തിക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് സ്വയം ചെയ്തൂടെ ഗൂഗിൾ പേ വഴി? അത് സ്പോൺസറിന് തന്നെ കൊടുക്കണം അങ്ങനെ നിർബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഒന്ന്. പിന്നെ ഒരു കാര്യം, നമ്മൾ സ്റ്റാറ്റസ് എത്രണ്ണം വെക്കേണ്ട വരും ഒരു ദിവസം? എത്ര സ്റ്റാറ്റസ് ആണ് നമുക്ക് കിട്ടുക? അത് നമ്മളെ സ്പോൺസർ തന്നെയാണോ നമുക്ക് തരുക? അപ്പൊ നമ്മളെ ടീമിലുള്ളവർക്ക് നമ്മൾ എങ്ങനെ ഫോർവേഡ് ചെയ്യും? അതെന്താണ് കൊടുക്കേണ്ടത്? അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ? ഓക്കെ മാഡം, താങ്ക് യു. പിന്നെ നമുക്ക് സ്റ്റാറ്റസ് വരുന്ന അവസാനത്തെ ചോദ്യത്തിലേക്ക് ആദ്യം മറുപടി പറയാം കേട്ടോ. നമുക്ക് സ്റ്റാറ്റസ് വരുന്ന നമ്മുടെ ഗ്രൂപ്പുകളിലാണ്. നമ്മളെല്ലാവരും അഡോമിനസിന്റെ ഗ്രൂപ്പുകളിൽ കമ്മ്യൂണിറ്റികളിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ അത് ചോദിച്ച് അറിയാവുന്നവരിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കാം. നമ്മുടെ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ നമ്പറുകളെല്ലാം നമ്മളിവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. അവരെല്ലാവരും എല്ലാ കമ്മ്യൂണിറ്റികളിലും എന്തായിരിക്കും അഡ്മിന്മാരായിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് ചോദിച്ച് നിങ്ങളെ ആ ലിങ്കിലേക്ക് കയറാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗ്രൂപ്പുകളിലായിരിക്കും നമ്മുടെ പരസ്യങ്ങൾ വരുന്നത്. നമ്മളിപ്പോൾ ജില്ല തിരിച്ചുള്ള പരസ്യങ്ങൾ എടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഓൾ ഓവർ കേരളയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് മെമ്പേഴ്സ് കുറവാണ്. 3500 അടുത്തുള്ള മെമ്പേഴ്സേ ഉള്ളൂ. അടുത്ത ആഴ്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് 10,000 മെമ്പേഴ്സിന് മുകളിൽ പോകുന്നുള്ള നല്ല ഉറപ്പ് എനിക്കുണ്ട്. അപ്പം ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ജില്ല തിരിച്ചിട്ടുള്ള ടീമുകൾ ഉണ്ടാക്കി, ജില്ല തിരിച്ചുള്ള കമ്മ്യൂണിറ്റികൾ, ഇപ്പം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള കോഴിക്കോട്, തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള തൃശ്ശൂർ, അങ്ങനെ അതാത് ജില്ലകളിലെ കമ്മ്യൂണിറ്റികൾ നമ്മൾ ജോയിൻ ആവുക. ആ ജില്ലയിലേക്കുള്ള പരസ്യങ്ങൾ, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ചെയ്യാനുള്ള പരസ്യങ്ങൾ വരും. അതിൻ്റെ കൂട്ടത്തിൽ ഓൾ കേരള ഒരു പരസ്യമായി 2 പരസ്യം ഉണ്ടായിരിക്കും. മൊത്തം നമ്മൾ 5 പരസ്യം മാത്രമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മാക്സിമം 5 പരസ്യം, മിക്കവാറും 4 ആയിരിക്കും. അതായത് 3 ജില്ലാ പരസ്യം, ഒരു സ്റ്റേറ്റ് ഓൾ കേരള പരസ്യം വരുന്നുണ്ടെങ്കിൽ അത് ഒരെണ്ണം, അല്ലെങ്കിൽ ഓൾ കേരള പരസ്യം 2 എണ്ണം, 3 ജില്ലാ പരസ്യം, അങ്ങനെ 5 പരസ്യം, 4 5 പരസ്യം. അതിൽ കൂടുതൽ പരസ്യങ്ങൾ വരില്ല. പരസ്യങ്ങൾ തീരെ കുറവുള്ള ദിവസം അഡോമിനസിന്റെ പരസ്യങ്ങൾ വരും. അത് നമ്മൾ സ്റ്റാറ്റസ് വെക്കാതെ തന്നെ എന്ത് ചെയ്യണം, സ്റ്റാറ്റസ് വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്ക്, നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പുകളിലേക്ക്, അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അഡോമിനസിന്റെ പ്രോഡക്ട്സ്, ഞാൻ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, അത് ഒരു വാക്കിലൂടെ പറഞ്ഞേക്കാം ഞാൻ, അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞേക്കാം. നമ്മൾ ടൈപ്പ് പ്രോഡക്ട്സ്, നമുക്ക് പരസ്യം തരുന്ന ആളുകളുടെ പ്രോഡക്ട്സ് നല്ല പ്രോഡക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട്, എന്ന് പറഞ്ഞാൽ ഫാത്തിമ മാഡം എന്ന് പറഞ്ഞാൽ സുഹറ ഫാത്തിമ മാഡം ആണ്, പിന്നെ ഹബീബ മാഡം ആണ് പ്രോഡക്റ്റുകളുടെ ഗുണനിലവാരം അവർ അന്വേഷിച്ച് ഉറപ്പ് വരുത്തുകയും അത് നല്ല പ്രോഡക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ പ്രോഡക്റ്റിന്റെ വിലയല്ല നോക്കുന്നത്. വില പലതും കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ പരസ്യം നമുക്ക് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ തേൻ, ഹണി എന്ന് പറയുന്ന സാധനം 100% ജെന്യൂൻ ആയിട്ട് അതിനകത്ത് മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് യാതൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സ്മെല്ലിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള യാതൊരുവിധ സിന്തറ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ചേർക്കാത്ത 100% ഓർഗാനിക് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ തേനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് നമുക്ക് അതുകൊണ്ടുള്ള പ്രോഫിറ്റ് എന്താണെന്ന്, നമ്മൾക്ക് പ്രോഫിറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, അവർക്ക് അതിലൂടെ ബിസിനസ് നടക്കും. ഇപ്പം നമ്മുടെ ഫസീല മേഡം ഒരു ഓർഡർ എടുക്കുകയാണ്, ഒരാൾക്ക് നമ്മുടെ ഇത് കണ്ടിട്ട് അത് തേൻ കൊള്ളാമല്ലോ, അല്ലെങ്കിൽ ഇതൊന്ന് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഫസീല മേഡം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പൈസ വാങ്ങിച്ചിട്ട് ആഡോമിനസ് ഇട്ടുമായിരുന്നു. ആഡോമിനസ് എന്ത് ചെയ്യുന്നു, ആ പൈസ ആ കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നു. കമ്പനിക്കാർ അവിടെ നേരെ ആരുടെ അഡ്രസ്സിലേക്കാണ് അത് വേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ അയച്ചു കൊടുക്കുന്നതിൽ ഇതൊന്നും ചെയ്യുന്നില്ല. അവർ പറയുന്ന കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, ഓപ്പണിംഗ് വീഡിയോ, നിങ്ങൾ സംഭവം പാർസൽ വരുമ്പോൾ അത് പൊട്ടിക്കുന്നതിന്റെ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം. അതായത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവും, അവരത് വേറെ അയച്ചു തരും. അപ്പൊ ഫസീല മേഡയ്ക്ക് ഇവിടെ എന്താ നേട്ടം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷെ 100 രൂപയോ 50 രൂപയോ ആ ഓർഡർ എടുത്തതിന്റെ ഭാഗമായിട്ട് ഫസീല മേഡത്തിന് കിട്ടും. അത് വാലറ്റിൽ ഒന്നല്ല ഇട്ട് തരുന്ന, കയ്യോടത് പിന്നെ ഫസീല മേഡത്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ ഫസീല മേഡത്തിന് ഒരു ഇൻകം കിട്ടി. അല്ലെങ്കിൽ അങ്ങനെ ഓർഡർ എടുക്കുന്നവർക്ക് ചെറിയൊരു ഇൻകം എന്ന് പറഞ്ഞാൽ വലിയ ലാഭത്തിനല്ല നമ്മൾ കൊടുക്കുന്നത്. അവരുടെ ഒരു പ്രൈസ് ഉണ്ട്. ആ പ്രൈസിൽ നിന്നും 1 രൂപ പോലും നമ്മൾ കൂട്ടുന്നില്ല. കഴിയുന്നത് 50 രൂപയെങ്കിലും കുറച്ച് കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഓർഡർ എടുക്കുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു വരുമാനം